ബോധത്തോടു കൂടിയുള്ള കുട്ടി, പക്ഷേ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു, മിണ്ടാൻ സാധിക്കുന്നില്ല, സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല, തൊണ്ടയിൽ എന്തോ കുടുങ്ങി വെപ്രാളം കാണിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ 2 ഷോൾഡർ ബോണിൻ്റെ നടുക്കായിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് പാം ഉപയോഗിച്ച് 5 ബാക്ക് സ്ലാപ്പുകൾ കൊടുക്കും. ChatGPT മുമ്പ് ഗൂഗിൾ ആയിരുന്നു ഞങ്ങളുടെ ശത്രു, ഇപ്പൊ ChatGPT ആണ് ഏറ്റവും വലിയ ശത്രു. രാവിലെ 8 മണിക്ക് ഇരിക്കുന്ന OP, ഉച്ചയ്ക്ക് 1 മണി വരെ 5 മണിക്കൂർ ഇരിക്കുന്ന ഒരു ഡോക്ടർ കാണുന്ന പേഷ്യൻസ് 200-300. നമുക്ക് സമയമില്ല റോഹൻ. ഒരു പേഷ്യന്റ് ഇങ്ങനെ ക്യൂ ആണ്. നമ്മളൊരു പേഷ്യന്റ് 2 മിനിറ്റ് അധികം എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന പേഷ്യന്റ് ചൂടാവും. പ്രസവരക്ഷ ഒരു ഡിപ്രഷനിലോട്ട് പോകുന്നതും അത് ആത്മഹത്യകളിലേക്ക് വരെ നയിക്കുന്നു എന്നുള്ള വാർത്തകൾ. അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഇങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് എൻറ്റിറ്റിയാണ്. കാരണം അതിന് ഇതുമായിട്ട് ബന്ധമില്ല. കാര്യം അത് പോസ്റ്റ്മോർട്ടം സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില ഹോർമോണൽ ചേഞ്ചസ് കാരണം അവരിലുണ്ടാകുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. നമ്മൾ പലപ്പോഴും കാണുന്നില്ലേ, കുട്ടികളെ കൊല്ലുന്നു. നമ്മൾ അമ്മമാരെ ഇങ്ങനെ തെറി വിളിക്കും സോഷ്യൽ മീഡിയയിൽ. എന്തിലൂടെയാണ് അവർ കടന്നുപോയത് എന്നുള്ളത് അവർക്ക് മാത്രമേ. ഏതെങ്കിലും ഒരു അമ്മ ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് പ്രസവിച്ച ഒരു കുഞ്ഞിനെ മനഃപൂർവ്വം കൊല്ലുമോ? ഇല്ല. ഇന്നും ഇപ്പോഴും നമുക്ക് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ, നമുക്ക് പ്രാന്തിൻ്റെ ഡോക്ടറെ അടുത്ത് പോകുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഇപ്പോഴും സ്റ്റിഗ്മയാണ് സൈക്യാട്രി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോട്. ഒരു 15 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികളിലാണ് പലപ്പോഴും കിഡ്നി ഫെയിലിയറും ലിവർ ഫെയിലിയറൊക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെയാണ് പറയുക മസിൽ വെക്കാൻ അത് കഴിച്ചു, ഈ മരുന്ന് കഴിച്ചു, ഈ ജിമ്മെന്ന് ഇത് തന്നു, അത് തന്നു. കുറച്ചു കാലം മുമ്പേ വെളുത്ത് പാർന്ന ക്രീം വന്ന് എന്നിട്ട് എന്താ ഉണ്ടായത് നമ്മൾ കണ്ടതല്ലേ. അത് പെൺകുട്ടികളെയാണ് കൂടുതലായിട്ട് ബാധിച്ചത്. കാരണം എന്താ വെച്ചാൽ ഈ ഫെയർനെസ് എന്ന് പറയുന്നത് വിപണികളിൽ ഇറക്കുന്ന ആളുകൾക്ക് അറിയാം എന്ത് പറഞ്ഞാലാണ് നമുക്ക് ഇവരെ കുഴി ചാടിക്കാൻ പറ്റുക. അപ്പോൾ വെളുത്ത് പാർന്ന ക്രീം എന്ന് പറഞ്ഞിട്ട് ആ സംഭവം വന്നു. അത് എത്രയോ പേരുടെ കിഡ്നിയെ അടിച്ചു കളഞ്ഞു. ഇന്ന് ഞാൻ കണക്കാക്കുന്നത് നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അസുഖമുള്ള അവയവം ഏതാ ചോദിച്ചാൽ മൈൻഡാണ്. അത് ചെയ്തെന്ന രീതിയിൽ വന്ന ട്രോൾ പേജുകളെ അതുപോലെ തന്നെ എടുത്ത് അതിന് എഴുതിയൊരു ഒരു തൻ്റെതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയുകയുണ്ട്. ഞാനാണ് അതിജീവിത എന്നും ഞാനാണ് ഈ 3ാമത്തെ കേസ് കൊടുത്തത് എന്നും ധാരാളം അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. അതിലൂടെ എന്താണ് അവരുദ്ദേശിക്കുന്നത്? എന്നെ നാണം കെടുത്തുക. ഈ അതിജീവിത എന്ന് പറയുന്നത് ഒരു നാണം കെട്ട ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ ആ ഒരു പദം തന്നെ ഒരു ഇൻസൾട്ടിങ് ആണ്. പക്ഷെ അവരന്ന് പറഞ്ഞത് എന്താണ്? ഞാനാണ് അതിജീവിത. കാര്യം അതിജീവിത എബ്രോഡ് എന്നുള്ളൊരു ഇത് കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് വരാൻ ഒരു സ്ത്രീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനാണെങ്കിൽ പോലും എനിക്ക് അഭിമാനമേ ഉള്ളൂ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നിലപാടുകൾ കൊണ്ടും അഭിപ്രായങ്ങൾ കൊണ്ടും ഉറച്ച ശബ്ദമാകുന്ന ഒരാൾ, തൊഴിലെടുത്തിന് അപ്പുറത്തേക്ക് ഇതിൻ്റെ സാധ്യതകളെയും ഗുണങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരാക്കം കൂട്ടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഒരുപക്ഷെ ഒരേ സമയം കുറേ അധികം വിശേഷങ്ങളെ അലങ്കരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്ന് ലൈവ് പോഡ്കാസ്റ്റ് വിത്ത് റോഹനിലൂടെ കൂടെയുള്ളത് ഡോക്ടർ സൗമ്യ സരി. നമസ്കാരം. നമസ്കാരം. ഈ അഴകിരാവണിൽ ശങ്കർദാസ് പറയും പോലെ ഇന്നിവിടെയാണ്, നാളെ യു എ ആണ്, ചിലപ്പോൾ പിറ്റേന്ന് ആഫ്രിക്ക ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭൂമിയുടെ എടുത്തു നോക്കി കഴിഞ്ഞാൽ എത്ര ശതമാനം ഇപ്പോൾ ആയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എത്ര ശതമാനമായി? ഈ ഒരു 2026 തുടങ്ങിയിട്ടല്ലേ. 2025 വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത ഒരു വർഷമാണ്. 12 രാജ്യങ്ങൾ. പോയ വർഷം 12 രാജ്യം കാണാൻ പറ്റി. അതിൽ തന്നെ 6 രാജ്യങ്ങൾ ആഫ്രിക്കൻ കൺട്രീസ് ആയിരുന്നു. സോ ഞാൻ റീസെൻ്റ്ലി ആണ് ഇങ്ങനെ പ്രാന്ത് പിടിച്ച് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. ഒരു 2-3 വർഷമായിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ പരമാവധി കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കാണുക. അതിപ്പോൾ കുഞ്ഞിതായാലും വലുതായാലും എല്ലാം നമുക്ക് ഒരു എക്സ്പീരിയൻസ് നമ്മൾ മിസ്സാക്കാതെ. ഈ ചാർലിയിലൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ കാണാണ്ട് അങ്ങോട്ട് ചെന്നിട്ട് എന്താ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റുന്ന സംഗതികൾ അല്ലെങ്കിൽ ആ കാഴ്ചകളെല്ലാം മിസ്സാക്കാതെ മാക്സിമം കാണുക. അതാണിപ്പോൾ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഡ്രൈവ്. അതുകൊണ്ട് തന്നെ പരമാവധി കാഴ്ചകൾ, അതിപ്പോൾ പുറം രാജ്യങ്ങളാവണം തന്നെ ഇല്ല. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ വർക്കല ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര നല്ല സ്ഥലങ്ങളുണ്ട്. വർക്കല കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് 1-2 പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു നൈറ്റ് കിട്ടിയപ്പോൾ വർക്കലയ്ക്ക് നേരെ പോയി അവിടെ വർക്കല നിന്നു. അപ്പോഴാണ് അവിടെ പാരാമോട്ടറിംഗ് ഉണ്ട് എന്ന് അറിഞ്ഞത്. പാരാഗ്ലൈഡിങ് പരിപാടികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ബഞ്ചി ജമ്പിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ പരിപാടികൾ ഇഷ്ടമാണ്. പാരാമോട്ടറിംഗ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് അവിടെ അത് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ പോയി. അന്ന് അത് ഭയങ്കര കുറച്ച് അഡ്വഞ്ചറസ് സംഭവമാണ്. പിന്നെ കാറ്റിൻ്റെ ഒക്കെ ഗതി അനുസരിച്ചിട്ട് അന്ന് കുറേ നേരം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷെ എങ്കിൽ പോലും സാധാരണ 12 മണിക്ക് തുടങ്ങുന്ന പരിപാടിയാണ്. അന്ന് 4 മണിയായി. എന്നാലും അത് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ കുഞ്ഞു സന്തോഷങ്ങളാണ്. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുക,
അങ്ങനെ മുന്നോട്ട് പോവുക. ഇതൊരു വർഷം 12 എന്ന് പറയുമ്പോൾ മാസത്തിലൊന്നായി വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കുമ്പോൾ മാസത്തിലൊന്നൊരു ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യാത്രകൾ എത്താം, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് ഒരു സോളോ ട്രിപ്പ് മൂഡ്, ഇത് ഞാൻ തന്നെ ആയിരിക്കുന്നിടം അത് ആസ്വദിക്കുക, ആഘോഷിക്കുക എന്നുള്ളൊരു ചിന്ത വരണം. ഈ ചിന്ത നമ്മൾ ഉണ്ടായി മാത്രം പോരാ, കൂടെയുള്ളവരുടെ ഒരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ പക്ഷേ ഇപ്പോൾ രോഹൻ പറഞ്ഞ പോലെ അതിന് നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കുറേ ഫാക്ടേഴ്സ്, ഒന്ന് കുടുംബം, രണ്ടാമത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണമല്ലോ. ഇപ്പൊ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഫേസ്ബുക്കിലൊക്കെ ജോലിയില്ലാത്ത ഡോക്ടർ, അതായത് ഫേസ്ബുക്ക് ഡോക്ടർ, അങ്ങനെ പല പേരുകളും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ എന്നെ വിളിക്കുന്നതെന്നല്ല. കാരണം നമ്മൾ കാണുന്ന ഡോക്ടർമാർ, രോഹൻ കണ്ട ഡോക്ടർമാരൊക്കെ എങ്ങനെയായിരുന്നു, അതാണ് അവർക്ക് ആംബുലൻസിന്റെ ശബ്ദം വെച്ച് കൊടുക്കണം, അവരുടെ തലയുടെ മുകളിലുണ്ടായിരിക്കും ഒരു സാധനം. അപ്പൊ ഞാനും കണ്ടു വളർന്നപ്പോ കുറെ കാലമായി ഞാൻ ഈ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ കണ്ടു വളർന്ന എൻ്റെ ടീച്ചർമാരാവട്ടെ, ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരാവട്ടെ, 80-90% ഡോക്ടർമാരുടെയും ജീവിതം അത് തന്നെയാണ്. കാരണം അവരുടെ ഒരു ബിസി ആകെ മൊത്തം ഇങ്ങനെ എന്താ പറയുക, ഒരു ടെൻഷൻ, ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിക്കുന്ന 4 ചുമരിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ ജീവിതം. അപ്പോൾ കുറേ കാലം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ എന്നോടത്ത് എന്നെ വിളിക്കുന്നത് ഈ ഫേസ്ബുക്ക് ഡോക്ടർ, ജോലിയില്ലാത്ത ഡോക്ടർ, പേഷ്യൻ്റ് ഇല്ലാത്ത ഡോക്ടർ. കാരണം അവർക്ക് ഇത് ശീലമില്ല. അവർ കാണുന്ന എല്ലാ ഡോക്ടർമാർക്കും തിരക്കാണ്. ഒരു ഫാമിലി ഫംഗ്ഷനോ വേറൊരു പൊതുപരിപാടിക്കോ പൊതുയിടങ്ങളിലോ ഒന്നും കാണാത്ത ആളുകൾ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി വന്നിരുന്ന രോഗിയുടെ മുഖത്തേക്ക് തന്നെ ഡോക്ടർമാർക്ക് നോക്കാൻ സമയമില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഡോക്ടർ ഇങ്ങനെ തെണ്ടി നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് ഞാൻ ഡെലിബറേറ്റ്ലി എടുത്തൊരു തീരുമാനമാണ്. കാരണം നമ്മൾ ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, വക്കീലാവട്ടെ, ഏത് ജോലി ആവട്ടെ, പക്ഷേ ജോലി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത് നമ്മുടെ ജീവിതമായി മാറരുത്. പലപ്പോഴും ഡോക്ടർമാർക്ക് പറ്റുന്ന ഒരു സംഭവം, അത് ഡോക്ടർമാർക്ക് മാത്രമല്ല കേട്ടോ, ബിസിനസ് പേഴ്സൺസ്, ഏത് ജോലി ആവട്ടെ, ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് എന്നെക്കാട്ടുമൊക്കെ എത്രയോ സമ്പാദിക്കുന്ന, എത്രയോ വലിയ ജോലികൾ എടുക്കുന്ന, എന്നാൽ വളരെ കുറച്ച് മാത്രം ജീവിതം അല്ലെങ്കിൽ സ്ഥലങ്ങൾ കണ്ടിരിക്കുന്ന, എക്സ്പീരിയൻസുകൾ അനുഭവിച്ചിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അവർക്കായിട്ടൊരു സമയമില്ല, വേറെ പല കാര്യങ്ങളും ചെയ്തിങ്ങനെ ഓടുകയാണ്. നമുക്ക് എത്ര കാലം ഓടാൻ പറ്റും? മേ ബി ഒരു 50 കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരില്ലേ? നമുക്ക് കാണാൻ എല്ലാവരും പറയുന്നത് കേൾക്കാം, ഒന്ന് സെറ്റിലായിട്ട്. ഈ സെറ്റിലാവൽ എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നുള്ളതാണ് അല്ലേ. നമുക്ക് പോകുന്നത് കൂടെ ഇതിപ്പം അല്ലെ ബാലൻസ് ചെയ്യണം. വർക്ക് ബാലൻസ് ആണെങ്കിൽ ഫാമിലി ആണെങ്കിൽ എല്ലാം നമ്മുടെ കയ്യിലുള്ളത്, എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഒരു നിമിഷം നമ്മുടെ കയ്യിലുള്ളൂ. ഇപ്പൊ നാളെ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് അറിയോ? അപ്പോൾ ഇനിയിപ്പോൾ കുറേ കാലം നമുക്ക് ആയുസ് ഉണ്ടെന്ന് തന്നെ വെക്കുക. ഒരു പരിധി കഴിഞ്ഞാൽ, ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഇതിനൊന്നും പറ്റാതെയാവും. യാത്ര ചെയ്യാൻ പറ്റാത്ത ശാരീരിക അവസ്ഥയാവും. ചിലപ്പോൾ അന്നത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ സമ്പാദിക്കുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത ഒരു ആരോഗ്യമുണ്ട്, പോകാനുള്ളൊരു പരിതസ്ഥിതി ഉണ്ട്. അതിന് പറ്റുന്ന, ഞാൻ മുന്നേ പറഞ്ഞ 2 ഫാക്ടേഴ്സ്, കുടുംബം, എന്നെ എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബം എൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ ഞാൻ എവിടേക്കെങ്കിലും ഞാൻ പോവാണ് കേട്ടോ എന്ന് ഞാൻ പറയാറുള്ളൂ, അല്ലാതെ എനിക്ക് പോട്ടെ എന്ന്. സാധാരണ സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെയാണ്. ഒരു സമയം ഉണ്ടായിരുന്നു, ഞാൻ പൊക്കോട്ടെ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നായിരിക്കും ഇത് പരിണാമം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാ സ്ത്രീകളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ജനറേഷൻ, ഇപ്പം ഞാൻ 90s കിഡ്സ് ആണ്, സോ കോൾഡ് 90s കിഡ്സ് ആണ്. ഞാൻ 84 ജനിച്ച ഒരാളാണ്. ഇപ്പോൾ 90s നമ്മുടെ കുട്ടിക്കാലം. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാ അന്നത്തെ കാലത്തെ പെൺമക്കളെയും പോലെ നമുക്ക് ഈ പറയുന്ന അനുമതി ചോദിച്ച, അല്ലെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ നോക്കി സമ്മതം ചോദിച്ചിട്ട്, അതിപ്പോൾ അച്ഛനമ്മമാരുള്ള സമയത്താണെങ്കിൽ അങ്ങനെ, കല്യാണം കഴിയുമ്പോൾ ഭർത്താവിനോടാണെങ്കിൽ അങ്ങനെ, ആ ഒരു ഫേസ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ കാണുന്ന വലിയൊരു പോസിറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത്, ആ സമയത്ത് ഇപ്പോൾ അതായത് ഒരു 35-40s ലേഡീസ് കുറേ പേര് മാറുന്നുണ്ട് ഇപ്പോൾ. അതായത് അവരുടെ ആ ഒരു, നമ്മളെപ്പോഴും പറയില്ലേ 90s കിഡ്സ് ഭയങ്കര ലക്കിയാണ്. കാരണം നമ്മളെല്ലാം കണ്ടവരാണ്. അതായത് എല്ലാം ഉണ്ട്. അതായത് മൊബൈൽ ഇല്ലാത്തൊരു കാലം നമുക്ക് ഓർമ്മയുണ്ട്, ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്, മൊബൈൽ വന്നത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പം എല്ലാം നമ്മളെല്ലാം അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൃത്യമായി കണ്ട ഒരു ജനറേഷനാണ് ഞങ്ങളുടെ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മൈൻഡ് സെറ്റിലും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു ശതമാനം സ്ത്രീകളുടെ മൈൻഡ് സെറ്റിലും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ശതമാനത്തിൽ പെടാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. അതിന് എനിക്ക് കുറേ ഫാക്ടേഴ്സ്, അപ്പം ഞാൻ പറഞ്ഞ കുടുംബം, ഇതിന് നമ്മൾ മാത്രം മാറിയാൽ പോരാ, കുടുംബത്തിൻ്റെ ചിന്താഗതി മാറണം. അപ്പം എൻ്റെ അച്ഛൻ എൻ്റെ 15ാമത്തെ വയസ്സിൽ ചിന്തിച്ചിരുന്ന പോലെ തന്നെ എൻ്റെ ഈ 42ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരണം, എൻ്റെ സഹോദരൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരണം, എൻ്റെ ഭർത്താവിൻ്റെ ചിന്താഗതിയിൽ മാറ്റം വരണം, ഇവൻ എൻ്റെ മകളുടെ ചിന്താഗതിയിൽ മാറ്റം വരണം. ഇപ്പം നമ്മൾ ഇന്നും മക്കളുടെ കാര്യങ്ങൾ നോക്കി
കാര്യങ്ങൾ മാറ്റിവെക്കുന്ന കാലത്തിനനുസരിച്ചിട്ട് കോലം മാത്രം മാറിയ പോലെ അവിടെ ചിന്തകളും മാറണം, അല്ലെ, വ്യക്തികളും മാറണം എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, തൊഴിലിടത്തിനപ്പുറത്തേക്ക് ഇതിന്റെ ഗുണങ്ങളെയും സാധ്യതകളെയും എന്നുള്ളത്. ഞാൻ തൊഴിലിടം എന്ന് ഉദ്ദേശിക്കുന്നത് OP-യും IP ഒക്കെ തന്നെയാണ്. അപ്പം ഇതിനപ്പുറത്തേക്ക് ഒരു ഡിജിറ്റൽ യുഗത്തിന്റെ അതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് കുറെ കൂടി ആളുകളിലേക്ക് എത്തിക്കാം, അല്ലെ, പ്രത്യേകിച്ച് ഡയഗ്നോസ് ചെയ്യാൻ വളരെ വൈകുന്ന ഒരു സമയത്തിലേക്ക് കൂടി പോവുകയാണ്. അപ്പോൾ ഇതിനൊരു അവയർനെസ് പോലെ മുൻകൂട്ടി ആളുകളിലേക്ക് എത്തിക്കാം എന്നൊരു ചിന്ത വരുന്നത് എവിടെയാണ്? ഇതിന്റെ ഒരു പക്ഷേ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ടാണോ, അതല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഡിജിറ്റൽ ആക്റ്റീവായിട്ട് ഇരിക്കാൻ ഒരു വ്യക്തിത്വം ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ടാണ്? ഏത് കുറേ കൂടി ശരി? 2018 ഞാൻ എൻ്റെ ഈ ഡിജിറ്റൽ ഫേസ്ബുക്കിൻ്റെ പേജുകളും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ഈ പറയുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം, അതിന് എനിക്ക് പ്രേരകമായത്, ഞാൻ വളരെ ഒതുങ്ങി മുമ്പ് പറഞ്ഞ പോലെ സോക്കോള് ശരിക്കും ആ ഒരു ടിപ്പിക്കൽ ഡോക്ടറായിരുന്നു. വീട്, ആശുപത്രി, അവനവൻ്റെ കാര്യങ്ങൾ മാത്രം, പുറം ലോകവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ എന്നെ കാണാൻ വന്ന ചിലപ്പോൾ ടിയ ആൻഡ് അദ്വൈക് എന്ന് പറയുന്ന ഒരു മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലൊക്കെ ചെറിയ കുട്ടികളപ്പോൾ അവർ വലുതായിട്ടോ. ഞാൻ നെന്മാറ വർക്ക് ചെയ്യുന്ന സമയത്ത് ടിയേനെയും അദ്വൈക്കിനെയും അവരുടെ അമ്മ എന്നെയാണ് കാണിക്കാൻ കൊണ്ടുവന്നിരുന്നത്. അവരുടെ ഫാമിലി പീഡിയാട്രീഷ്യനായിരുന്നു ഞാൻ. അപ്പോൾ അവരുടെ ഒരു പേജിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു തവണ ചോദിച്ചു, ഒരു ഹെൽത്ത് ടോക്ക് ഡോക്ടർക്ക് ചെയ്തു തരാൻ പറ്റും. ഞാൻ പറഞ്ഞു, അതിനെന്താ. അപ്പോൾ ഞാനൊരു ഹെൽത്ത് ടോക്ക് ചെയ്തു കൊടുത്തു. അത് അവരുടെ ഫേസ്ബുക്ക് പേജിലാണ് അവർ ചെയ്തത്. അപ്പോൾ അത് നല്ല രീതിയിൽ റീച്ചായി, കുറേ പേര് കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് ടിയുടെ അമ്മ വന്നിട്ട്, നിമിഷ എന്നാണ് അവരുടെ പേര്. അപ്പോൾ നിമിഷ എന്നോട് ചോദിച്ചു, ഡോക്ടർക്ക് അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാനുള്ളൊരു കഴിവുണ്ട്, ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്, ഡോക്ടർക്ക് എന്തിനാ, ഞാൻ ആലോചിക്കായിരുന്നു എന്തിനാണ് വേറെ ആളുകളുടെ ഫേസ്ബുക്ക് പേജിൽ ഡോക്ടർക്ക് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിക്കൂടെ. എന്നിട്ട് അപ്പോൾ ആസ് എ മദർ അവർ പറയായിരുന്നു, നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് മെഡിക്കൽ ഫീൽഡ് നോക്കുകയാണെങ്കിൽ അവയർനെസ്സിനേക്കാൾ കൂടുതൽ തെറ്റിദ്ധാരണകളാണ് കൂടുതൽ. കാരണം ഈ ഫേസ്ബുക്കിൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആരോഗ്യ കാര്യങ്ങളായിട്ട്, ഞാൻ പറയുന്നത് 2018 ആ സമയമാണ് ഇത് ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപട വൈദ്യന്മാരും അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ടുള്ള മുറിവൈദ്യരാണ്. അപ്പോൾ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് അല്ല, തെറ്റിദ്ധാരണകൾ. ഇപ്പോൾ കാലിൻ്റെ മുട്ടുവേദന മാറാൻ അത് കെട്ടിവെച്ചാൽ മതി, ഇത് കെട്ടിവെച്ചാൽ മതി, അല്ലെങ്കിൽ ആ ചികിത്സ, ഈ ചികിത്സ, അങ്ങനെ ഈ പറയുന്ന കുറുക്കുവിദ്യകൾ, ഒറ്റമൂലികൾ എന്നൊക്കെ പറയുന്ന ഇതൊക്കെയാണ് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഡോക്ടർക്ക് ഒന്നും വേണ്ട, കുട്ടികളുടെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ഛനമ്മമാർക്ക് അവയർനെസ് വേണ്ട ഒരു മേഖലയാണ്. എന്തുകൊണ്ട് സംസാരിച്ച് തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് എന്നാൽ നോക്കാം എന്ന് ഞാനും വിചാരിച്ചു. എനിക്ക് നിമിഷമാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് ആദ്യമായിട്ട് തുടങ്ങി തരുന്നത്. അങ്ങനെ ഞാനത് തുടങ്ങി. കോവിഡിൻ്റെ ടൈമിലാണ് എനിക്ക് വലിയൊരു ബൂം ഉണ്ടാവുന്നത്. കാരണം കോവിഡിൻ്റെ ടൈമിൽ അറിയാലോ, ഇൻഫോഡമിക് ആയിരുന്നു, അതായത് എപ്പിഡമിക്കിനേക്കാൾ കൂടുതൽ റോങ് ഇൻഫർമേഷൻസിന്റെ തൊഴുക്കായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇടങ്ങൾ പലപ്പോഴും ഒപ്പിയായിട്ട് മാറി. അതാണ് കാരണം. കോവിഡിന്റെ സമയത്ത് ഒരു പ്രശ്നം പറഞ്ഞാൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന ആർക്കും ഒന്നിനെ പറ്റിയിട്ടും പൂർണ്ണമായിട്ടുള്ള അവയർനെസ് ഇല്ല, ധാരണയില്ല. ഈവൻ മെഡിക്കൽ ലോകം പോലും ആകെ പകച്ചു നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നതല്ല നാളെ നമ്മൾ കേൾക്കുന്നത്, അതല്ല മറ്റന്ന് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ അന്ന് ഓർമ്മയുണ്ടോ, എന്തൊക്കെയോ വെച്ചിട്ട് നെബുലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോവിഡ് വരില്ല, കരിഞ്ഞാലി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കോവിഡ് വരില്ല, അങ്ങനെ പല എന്തൊക്കെ വാർത്തകൾ. പലപ്പോഴും ഡോക്ടറെ കണ്ടു, ഇതിൽ ഭയങ്കരമായിട്ട് അതിന് ഗുണം ചെയ്യുന്നു കേൾക്കാൻ പറ്റും, അല്ലെ. ഇത് കൃത്യമായിട്ട് യൂട്യൂബിൽ വരുന്ന വീഡിയോയിലെ ആളുകൾ ഇത് കുറച്ചും കൂടി ഇത് ഉറപ്പ് വരുത്തുന്നത് കമന്റ് ബോക്സ് നോക്കിയിട്ടാണ്. ഇത് ശരിയാണെന്ന് പറയുന്നവരോട് 4 പേര് അതിന്റെ താഴെ വന്ന് ഇത് ഓക്കെയാണ് കേട്ടോ, ഇത് എനിക്ക് ഫലിച്ചു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇത് ആര് പറയുന്നു എന്ത് പറയുന്നു നമുക്കറിയില്ല. അപ്പോൾ കോവിഡിന്റെ ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ഡെയിലി അപ്ഡേറ്റ്സ്, അതായത് എന്താണ് ഇപ്പോൾ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിയെന്ത് തെറ്റെന്ത്, ഞാൻ മാത്രമല്ല ഞാനും സൈരനും കൂടിയിട്ട് കോവിഡ് ഡയറീസ് കൊണ്ട് ഞങ്ങൾ ഡെയിലി ലൈവ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ആളുകൾ ആക്ച്വലി നമ്മളെ വിശ്വസിച്ച് നമ്മളെ കേൾക്കാൻ തുടങ്ങിയത്. കാരണം അവർക്ക് ഇവിടെ ആധികാരികമായിട്ട് 2 ഡോക്ടേഴ്സാണ് സംസാരിക്കുന്നത്, ഇതിൽ ആധികാരികതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ഏറ്റവും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പേജാണ് എന്നുള്ളൊരു അക്സെപ്റ്റൻസ് കൂടുതൽ വന്നത് എനിക്ക് കോവിഡ് ടൈമിലാണ്. ഈ പലപ്പോഴും നമുക്കുണ്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ മുമ്പ് ആദ്യം ഇവരിലേക്ക് എത്തേണ്ടത്, ജനങ്ങളിലേക്ക് എത്തേണ്ടത് എന്നൊരു ചിന്ത ഉണ്ടായിരിക്കും. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരിക്കും. പക്ഷേ ഇത് പ്രാഥമികമായിട്ട് ഇത് എത്തണം, ഇതിനെക്കുറിച്ച് സംസാരിക്കണം, ഇതിനെക്കുറിച്ച് ഇവിടെ അറിയണമെന്ന് ആദ്യ ചിന്തയിൽ വന്നിട്ടൊരു കാര്യം എന്തായിരിക്കും? ഒരു രോഗനിർണ്ണയമോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തായിരുന്നു എന്ന് ഓർമ്മയിലുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. ഇല്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട ആദ്യം ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട വാക്കുകളാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അത്യാവശ്യമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിക്സ്. ഞാൻ ഇപ്പോൾ കുട്ടികളുടെ ഡോക്ടറാണല്ലോ. കുട്ടികളുടെ ഡോക്ടറിൽ ഇപ്പോൾ ധാരാളം ശാസ്ത്രശാഖകൾ നമ്മുടെ ഇടയിലുണ്ട്, അല്ലെ, പല തരത്തിലുണ്ട്. ഇപ്പോൾ ആയുർവേദമുണ്ട്, ഹോമിയോ ഉണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ മോഡേൺ മെഡിസിൻ, നമ്മൾ അലോപ്പതി എന്ന് പറയുന്നുണ്ടെങ്കിലും ആ ടേം ഇപ്പോൾ ഇല്ല, മോഡേൺ മെഡിസിൻ. അപ്പോൾ പലപ്പോഴും ചില രോഗനിർണയങ്ങളൊക്കെ ഇപ്പോൾ വലിയ ആളുകളിലാണെങ്കിൽ അത് ക്യാൻസർ പോലെയുള്ള രോഗനിർണയങ്ങളാണ്. പലപ്പോഴും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഞ്ഞപ്പിത്തം.
മഞ്ഞപ്പിത്തം ഒരു രോഗമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒറ്റമൂലി ചികിത്സ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ എത്രയോ സ്ഥലങ്ങളിലുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും കാണാം ഒറ്റമൂലി ചികിത്സ മഞ്ഞപ്പിത്തത്തിന്. അപ്പോൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണം മാത്രമാണ്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലിവർ ക്യാൻസർ കൊണ്ടും ആയിരിക്കാം. അപ്പോൾ ഞാൻ കണ്ട കുറേ രോഗികൾക്ക് ഇത്തരത്തിൽ ഒരു ക്യാൻസറിൻ്റെ കാര്യം മാത്രം കേട്ടോ, ലക്ഷണങ്ങളെ ചികിത്സിച്ചിട്ട്, അതായത് ഇവർ പലപ്പോഴും ഒരു മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാതെ വേഗം ഒറ്റമൂലി ചികിത്സ ആൾക്കാരുടെ അടുത്തേക്ക് പോകും. അവരിത് കുറേ കാലം വെച്ച് പല ഒറ്റമൂലികളും കൊടുത്ത് അവസാനം ഈ ക്യാൻസർ ചിലപ്പോൾ സ്റ്റേജ് 1 നിന്ന് സ്റ്റേജ് 4 എത്തുമ്പോഴായിരിക്കും ഇവർ ശരിക്കുമുള്ള ഒരു ചികിത്സയുടെ അവസ്ഥയിലേക്ക് എത്തുക. അതെ, അപ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പലപ്പോഴും അത് അറിയാമല്ലോ. ഇപ്പോൾ ക്യാൻസറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഏർലി സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അത്രയും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ഏർലി സ്റ്റേജിലാണെങ്കിൽ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ ക്യാൻസറുകളുടെ അവസ്ഥ അതാ. പക്ഷേ ഇത് സ്റ്റേജ് 3 നമുക്ക് മെറ്റാസ്റ്റാസിസ് എന്നൊക്കെ പറയുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും ഒക്കെ പടർന്നൊരവസ്ഥയിൽ ഇനി എത്ര ബെസ്റ്റ് സെന്ററിൽ നിങ്ങൾ കൊണ്ടേ എത്തിച്ചാലും അതിന്റെ ഔട്ട്കം മോശമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ, കുട്ടികളിലും അങ്ങനെയുള്ള ചില അവസ്ഥകളുണ്ട്. യൂട്രസ് പോലും ഇപ്പോൾ ഇതിന്റെ സാധ്യതകൾ കൂടുതലായിട്ട് സ്ത്രീകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഗൈനക്കിനെ കാണിക്കുന്ന സമയത്താണെങ്കിൽ പോലും ചിലപ്പോൾ ആദ്യമേ പറയുന്നത് ഇത് ഫൈബ്രോയിഡ്സ് ആണെന്നുള്ള രീതിയിലേക്ക് മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ തന്നെ വളരെ ഷോർട്ട് പീരീഡിൽ തന്നെ ഇപ്പോൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിത് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു സിംറ്റംസ് കാണിച്ചില്ല, ഇത് കാണിക്കേണ്ടതല്ലേ എന്തെങ്കിലും രീതിയിൽ എന്നുള്ളത്. ചിലപ്പോൾ ഇത് അറിഞ്ഞു വരുന്ന സമയത്ത് ബയോപ്സിക്കൊക്കെ അയക്കുമ്പോഴേക്കും ചിലപ്പോൾ 3rd 4th സ്റ്റേജിലോട്ട് മാറിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഇത് ഭയങ്കര അഗ്രസീവായിട്ട് ഇതിനെ സ്പ്രെഡ് ചെയ്യും എന്നുള്ളൊരു ധാരണ ആളുകളിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ ഇത് കുറച്ചുകൂടി എനിക്കിത് പറയാൻ പറ്റുന്നത് വെച്ചാൽ എൻ്റെ ഫാമിലിയുടെ ആൾക്കിത് ഈ ഒരു സ്റ്റേജിൽ, എൻ്റെ സ്വന്തം ശിശുക്ക് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചൊരു കാര്യം ഇത് തന്നെയാണ്. അപ്പം എന്തുകൊണ്ട് ഇത്രയും ഷോർട്ട് പീരീഡിനുള്ളിൽ എന്തുകൊണ്ട് ഇതിനെ ഡയഗ്നോസ് ചെയ്തില്ല, ഒരു സിംറ്റംസ് കണ്ടില്ല, ഇതിന് മുമ്പ് ഗൈനക്കിനെ കാണിച്ചപ്പോഴും ഫൈബ്രോയിഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എവിടെയാണ് ആളുകൾ ഇത് കുറേയും കൂടിയും ഇത് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണിത് കുറേയും ഒരു റെഗുലർ ചെക്കപ്പിലൂടെ എന്ന് പറയുമ്പോഴും നമ്മൾ ബയോപ്സിയിലോട്ട് അങ്ങോട്ടൊന്നും ചിന്തിക്കില്ല. എവിടെ വേണം ശ്രദ്ധിക്കാൻ കുറേ കൂടെ? റോഹൻ, ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്നറിയോ, നമ്മുടെ ശരീരത്തിൽ ഏത് അവയവത്തിൽ വേണമെങ്കിലും ക്യാൻസർ വരാം, സ്കിന്നിൽ വരെ ക്യാൻസർ വരാം, ഏത് അവയവത്തിലും ക്യാൻസർ വരാം. ഈ ക്യാൻസറിന് മാത്രമായിട്ട് ഒരു സിംറ്റം ഇല്ല. ഇന്ന സിംറ്റം കണ്ടാൽ ക്യാൻസർ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബ്രസ്റ്റിലൊരു ലംബ് കണ്ടു. ആ ലംബ് സാധാരണ ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ലാത്ത ടൈപ്പ് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള, നോൺ മാലിഗ്നൻ്റ് ആയിട്ടുള്ള സംഭവമായിരിക്കാം, ക്യാൻസറും ആയിരിക്കാം. ഇത് കുറച്ചുകൂടി എവിഡൻ്റ് ആണ്. ഇപ്പോൾ ബ്രസ്റ്റ് ലംബ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കുത്തിയെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടി ഡയഗ്നോസിസിന് ഈസിയാണ്. എന്നാൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ക്യാൻസർ, ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഒരു അനുഭവം പറയട്ടെ. ഇപ്പോൾ 2 മാസം മുമ്പേ ഞാൻ ചെറിയൊരു ഓപ്പറേഷന് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ആർത്തവം, നമ്മൾ 28 ഡേ സൈക്കിൾസിൽ ഇടയിൽ ചെറുതായിട്ട് സ്പോട്ടിങ് വരുന്നു എന്നുള്ളതാണ്. അത് 90% സ്ത്രീകളും നോർമലായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അതായത് മിഡ് സൈക്കിളിൽ നമ്മുടെ ഓവുലേഷൻ ടൈമിൽ ചില സ്ത്രീകൾക്ക് ചെറുതായിട്ട് സ്പോട്ടിങ് ഉണ്ടാവാറുണ്ട്. തുടക്കത്തിൽ ഞാനും അതാണ് എന്ന് വിചാരിച്ചിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്പോട്ടിങ് കൂടുതലായി തുടങ്ങിയപ്പോഴാണ്, ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അപ്പോഴും ഞാൻ വിചാരിച്ചത് നാട്ടിലെത്തിയിട്ട് ചെയ്യാം എന്ന്. പിന്നെയും ഞാൻ പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ബ്ലീഡിങ് കൂടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ വെച്ചിരിക്കേണ്ട ഒരു സംഭവമല്ല. കാരണം എനിക്കറിയാം ഇത് സാധാരണ 80% സ്ത്രീകളിൽ സാധാരണയായിട്ട് കാണുന്നതാണ്. മേ ബി ബാക്കിയുള്ളതിൽ തന്നെ കുഴപ്പമില്ലാത്ത ചില അസുഖങ്ങൾ കാരണം, പോളിപ്പോ എന്നൊക്കെ പറയും, അതൊന്നും അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല, അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. എന്നാൽ വളരെ ചെറിയ <1% ആണെങ്കിൽ പോലും ചെറിയൊരു ശതമാനം സ്ത്രീകളിൽ എൻഡോമെട്രിയൽ ക്യാൻസറിലും ഇതേ സിംറ്റം തന്നെ കാണാം. അപ്പോൾ എനിക്കിപ്പോൾ ഇതല്ല എന്ന് എങ്ങനെ ഞാൻ ഉറപ്പിക്കും? അത് ഉറപ്പിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് വെച്ചിരുന്നില്ല. ഞാൻ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനെ, ഞാൻ വർക്ക് ചെയ്യുന്ന ഷാർജയിലെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ഞാൻ അതിന് വേണ്ട, എനിക്ക് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പോളിപ്പായിരുന്നു. എങ്കിൽ പോലും പോളിപ്പ് റിമൂവ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ഞാൻ പാപ്സ്മിയറും അതുപോലെ തന്നെ എൻഡോമെട്രിയൽ നമ്മൾ ഉൾഭാഗത്തുള്ള കംപ്ലീറ്റ് ബയോപ്സി എടുക്കും ഇതിൻ്റെ കൂടെ തന്നെ, ഒന്നുമില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ ബയോപ്സി റിപ്പോർട്ട് വന്നു, അതെല്ലാം നോർമലാണ്. ഇപ്പം എനിക്ക് ഓക്കെ. പക്ഷെ പലപ്പോഴും ഇപ്പോൾ പറഞ്ഞു കുറുന്തോട്ടിക്ക് വാദം എന്നുള്ള രീതിയിലേക്ക് അത് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ആളുകളിലേക്ക് എത്തുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സൈക്കിൾ കൃത്യമായിട്ട് ഒരു ഇറഗുലറായിട്ട് പോകുന്ന സമയത്താണെങ്കിൽ പോലും, ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴാണെങ്കിൽ പോലും ആശ്രയിക്കുന്ന കൂടുതൽ മെഡിസിൻ ആയിരിക്കും. ഇതൊരു ഭയം ഉണ്ടായിരിക്കും പലപ്പോഴും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഡയഗ്നോസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നൊരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എങ്ങാനായിട്ട് ഇത് പോസിറ്റീവ് ആയാലോ എന്നുള്ളതാണ്. അതിന് മുൻകൂട്ടി അറിയാൻ പറ്റണോ എന്നല്ല ചിന്തിക്കുന്നത്, പിന്നെ ആ പേടിയോട് കൂടി ഞാൻ ജീവിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പം ഇത് കുറേ കൂടി ആളുകളിലേക്ക് എത്തിക്കാൻ, കുറേ കൂടിയും ഇതിനെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വീകാര്യത വരേണ്ടതില്ല, ഇതിനെ കുറച്ചുകൂടി മുൻകൂട്ടി അറിയണം രോഗം. എനിക്ക് ഇപ്പോൾ എൻ്റെ മദറിലോ ഉണ്ട്, സൈരൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് പറയുന്ന സമയത്ത്, അമ്മ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോൾ ആദ്യം പറയും
ടെസ്റ്റ് ചെയ്ത് നോക്കി വല്ലതും കണ്ടുപിടിച്ച് കഴിഞ്ഞാലല്ലേ പ്രശ്നം, അല്ലെങ്കിൽ കുഴപ്പമില്ല. അതെ, അതെ. അപ്പോൾ ഞാൻ പറയും ടെസ്റ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ, നമ്മളിത് അവസാനം വെച്ചിരുന്ന് ഇത് ഈ ചിന്താഗതികളെ ധാരാളം സ്ത്രീകൾ പ്രത്യേകിച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചിട്ട് ഞാൻ അതുകൊണ്ടാണ് കുറുന്തോട്ടിക്ക് വാദം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം ഈ ഒരു സിംറ്റം വെച്ചിരിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് സ്ത്രീകൾ നമ്മുടെ ഇടയിലുണ്ടായിരിക്കും. ഈ ആയിരക്കണക്കിന് സ്ത്രീകളിൽ 1-2 പേർക്കെങ്കിലും ചിലപ്പോൾ ഈ ക്യാൻസർ ഉണ്ടായിരിക്കാം. അപ്പൊ ഇത് ഇപ്പൊ തന്നെ കൊണ്ടുപോയി കാണിച്ച് അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിന് വെച്ചിരുന്ന് മെറ്റാസ്റ്റാസിസ് അവസ്ഥയിലേക്കാണെങ്കിൽ ചിലപ്പോൾ ആ ജീവൻ തന്നെ നമുക്ക് നഷ്ടപ്പെടും. ഇത് കുറച്ചുകൂടി ലളിതമായിട്ട് അവരിലേക്ക് എത്തിക്കാൻ പ്രത്യേകിച്ച് ഒരു പേടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മളിത് രോഗനിർണയം നടത്തി കഴിഞ്ഞാൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും പ്രശ്നം. നമ്മളിത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഏതാണ്ട് രോഗം ചമ്മിപ്പോകും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് വരുന്നത്. അതേപോലെ അതെ, കണ്ണടച്ച് ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ളതാണ്. അത് അവിടെ നിന്ന് അത് ഭയങ്കരമായിട്ട് അതിൻ്റെ ഒരു ഗൗരവത്തിലോട്ട് മൂർച്ഛിക്കുകയോ ചെയ്യുള്ളൂ എന്നുള്ളത് ചിന്തിക്കുന്നില്ല. ലളിതമായിട്ട് അത്തരം സംഭവങ്ങളിൽ പ്രത്യേകിച്ച് മെൻസ്ട്രേഷൻ കാര്യങ്ങളിൽ എന്ത് ശ്രദ്ധിക്കണം എന്നാണ് ലളിതമായിട്ട് ഡോക്ടർ പറഞ്ഞു കൊടുക്കാറുള്ളത്? സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പാപ്സ്മിയർ ആണെങ്കിലും, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ നമ്മൾ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ആണെങ്കിലും, ബ്രസ്റ്റ് മാമോഗ്രാം ആണെങ്കിലും 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഇയർ കഴിയുമ്പോൾ ഇതിനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് സിംറ്റം ഉണ്ടോ സിംറ്റം ഇല്ലയോ ഇല്ല എന്നുള്ളതല്ല. ബ്രസ്റ്റ് മാമോഗ്രാം നമ്മൾ 35 വയസ്സ് കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം സാധ്യത എല്ലാ സ്ത്രീകളിലും കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ആരെങ്കിലും ഉണ്ടെന്ന് വെക്കും, ഇപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവിന് എൻഡോമെട്രിയൽ ക്യാൻസർ വന്നിട്ടുണ്ട്, ഒവേറിയൻ ക്യാൻസർ വന്നിട്ടുണ്ട്, ധാരാളം. ഇന്നത്തെ എല്ലാ ക്യാൻസറിലും നല്ലൊരു ശതമാനം ജനറ്റിക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കോളൻ ക്യാൻസർ ഒക്കെ, അപ്പോൾ അതൊക്കെ വളരെ സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയോ ഇരട്ടിയാണ് സാധ്യത വരാൻ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഈ പാപ്സ്മിയർ എല്ലാം നമ്മൾ ഇവൻ എല്ലാ വർഷവും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. എത്ര സ്ത്രീകൾ ചെയ്യുന്നുണ്ട്? അതായത് ഇത് രോഗം വന്ന് ചികിത്സിക്കലല്ല, ഇത് പാപ്സ്മിയർ ചെയ്യുന്നത് എന്തിനാണ്? സെർവൈക്കൽ ക്യാൻസറിൻ്റെ ഏറ്റവും ഏർലിയസ്റ്റ് സ്റ്റേജിൽ. കാരണം അവിടെയുള്ള സെല്ലുകളിൽ വരുന്ന ഹിസ്റ്റോപത്തോളജിക്കലി വരുന്ന മാറ്റമാണ് ആദ്യത്തെ മാറ്റം. സിംറ്റം വരാൻ പിന്നെയും മാസങ്ങളോ വർഷങ്ങളോ എടുത്തുനിന്ന് വരാം. അപ്പോൾ ഇത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംറ്റം ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്ത്. ഇപ്പോൾ പലരുടെയും വിചാരം എന്താ, ഇപ്പോഴും സ്ത്രീകൾക്ക് ഇതൊരു ഇമോഷണൽ പ്രോബ്ലം ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ബ്രസ്റ്റ് എടുത്ത് കളയുക, ഇപ്പോൾ യൂട്രസ് എടുത്ത് കളയുക, ഇതിനൊക്കെ വളരെ വൈകാരികപരമായിട്ട് ജീവനും ജീവിതത്തെക്കാൾ മേലെയായിട്ട് അതാണ്. ഇതൊക്കെ കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ നമ്മുടെ സ്ത്രീത്വം തന്നെ പോയി എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നുമില്ല. കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഗർഭിണിയാവാനും ഒരു പ്രസവം ഒരു അടുത്ത ജനറേഷനെ ഉണ്ടാക്കാനുമുള്ള ഒരു അവയവമാണ്. അതിൻ്റെ കഴിഞ്ഞാൽ ഇപ്പോൾ ഓവറീസിനെ ഞാൻ അങ്ങനെ പറയില്ല. ഓവറീസ് ആവശ്യമുള്ള അവയവങ്ങളാണ്. കാരണം അതിൽ നിന്നാണ് സ്ത്രീക്ക് വേണ്ട ഹോർമോണുകൾ ഉണ്ടാകുന്നത്. അത് സ്ത്രീക്ക് ജീവിതാവസാനം വരെ ആവശ്യമുള്ളതാണ്. പക്ഷേ പലരുടെയും വിചാരം എന്താണെന്ന് പറയുക, ഇതെല്ലാം എടുത്തങ്ങ് കളയും. അല്ല, ഇന്നത്തെ സർജറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമലാണ്. കാരണം നമുക്ക് പ്രശ്നമുള്ള ഭാഗം മാത്രം എടുത്ത് കളഞ്ഞ് വെക്കാവുന്നവ, നമുക്ക് ആവശ്യമുള്ളവ എല്ലാം റീറ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് മിനിമൽ സർജറീസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ എല്ലാം എടുത്ത് കളയുന്ന പരിപാടികളല്ല ചെയ്യുന്നത്. അത് ശരിക്കും അഡ്മിഷൻ വേണോ? ഡേ കെയറിൽ വന്ന് ചെയ്തു പോകാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ചെയ്ത സർജറി ഡേ കെയർ ആയിരുന്നു. ഞാൻ രാവിലെ 11 മണിക്ക് വന്ന് അഡ്മിറ്റായി. എൻ്റെ സർജറി ഏകദേശം 12-1 മണിക്ക് ചെയ്തു. ഞാൻ 5 മണി ഏകദേശം 5:30 ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ പോയി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എനിക്ക് ജനറൽ അനസ്തീഷ്യ തന്ന് ചെയ്ത സർജറിയാണ്. കുഞ്ഞി ലോക്കൽ തന്ന് ചെയ്യുന്ന സർജറി ഒന്നുമല്ല. നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ജനറൽ അനസ്തീഷ്യ തന്ന് കംപ്ലീറ്റ്ലി അനസ്തറ്റൈസ്ഡ് ആക്കി ചെയ്യുന്ന ഒരു സർജറി തന്നെയാണ്. പക്ഷേ ഇന്നത്തെ മെഡിക്കൽ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ അത്രയും അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ രാവിലെ അഡ്മിറ്റ് ചെയ്ത് വൈകുന്നേരം പോകാവുന്ന സർജറികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത്. നേരെ തിരിച്ചാണ്. ഇതിന് എന്തുകൊണ്ടാണ് ഡേ കെയർ ആക്കുന്നത് കാര്യം? ഒന്നാമത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. രണ്ടാമത്തേത് ഇൻഷുറൻസ്. നമുക്ക് ചെലവ് ഒരു ദിവസം ആശുപത്രി കിടക്കുന്നതും 2 ദിവസം കിടക്കുന്നതും തമ്മിൽ ഡെഫിനറ്റ്ലി വ്യത്യാസമില്ലേ? ചെലവ് കുറവാണ്. ആളുകളുടെ തെറ്റിദ്ധാരണയാണ് ഡേ കെയർ സർജറികൾക്ക് ചെലവ് കൂടുതലാണ്. നമുക്കുള്ള സൗകര്യം കൂടുതലാണ്. നമുക്കൊരു ദിവസം ആശുപത്രി കിടക്കേണ്ട, ചെലവ് കുറവാണ്. ഇൻഷുറൻസ് കമ്പനിക്കാർക്കും അതല്ലേ നല്ലത്? കാര്യം അവർക്കും ഇൻഷുറൻസ് ആണ്, നിങ്ങൾക്ക് റിയംബേഴ്സ്മെന്റ് ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കവേർഡ് ആണെങ്കിൽ അവർക്കും ചെലവ് അത്രയും കുറവാണ്. പ്രത്യേകിച്ച് ഓപ്പൺ സർജറിയിൽ അപ്പുറത്തേക്കായിട്ട് അഡ്മിഷൻ ഇല്ലാതെ ഇപ്പോൾ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ വരുന്നത്, പ്രത്യേകിച്ച് സ്റ്റോണിന്റെ കാര്യത്തിലൊക്കെ വരുന്ന സമയത്താണെങ്കിൽ പോലും ഡേ കെയറിൽ വന്ന് പോവാം എന്നുള്ള രീതിയിലൊക്കെ പറയും. പക്ഷേ കുറച്ചും കൂടി അതിനെ വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസീവ് ഇരട്ടിയായിട്ടാണ് വരുന്നത്. അത് ഡേ കെയർ എന്നുള്ളതല്ല അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ആളുകളുടെ ചിന്തയിലേക്ക് പോകുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ സമയം ലാഭിക്കുമ്പോൾ എക്സ്പെൻസീവ് ആവും. കാരണം നിങ്ങൾ നോക്കൂ, ഒരു ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ അത് പ്രാകൃതമായിട്ടുള്ള മുമ്പ് ചെയ്തിരുന്ന, ഇപ്പൊ ഓപ്പൺ മാക്സിമം കുറയ്ക്കാനാണ് ഡോക്ടർമാർ നോക്കുന്നത്. കാരണം അത്രത്തോളം രോഗിക്കുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനാണ്, കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മിനിമൽ സർജറീസ് ആണ് ഇപ്പൊ എല്ലായിടത്തും
ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രസ്റ്റ് തന്നെ, ബ്രസ്റ്റ് കൺസർവേഷൻ സർജറീസ് ആണ്. കാര്യം സ്ത്രീകൾക്ക് ഈ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ബ്രസ്റ്റ് എടുത്ത് കളയാതെ അതിൻ്റെ ആ ഭാഗം മാത്രം എടുത്ത് കളയാനുള്ള സർജറി. കാരണം അതിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്, കീമോതെറാപ്പി, റേഡിയേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് വേണ്ടി വരും. പക്ഷേ ഞാൻ പറഞ്ഞത്, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ചികിത്സാ ചെലവും കൂടും. മറ്റതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓപ്പൺ ലാപ്രോസ്കോപ്പി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അപ്പൻഡിസൈറ്റിസ് വന്നു, ഓപ്പൺ ആയിട്ട് അങ്ങ് അപ്പൻഡിക്സ് എടുത്ത് കളയാൻ വളരെ ഈസിയാണ്, ചെലവും കുറവാണ്. എന്നാൽ ലാപ്രോസ്കോപ്പിക്കലി എടുത്ത് കളയുമ്പോൾ ഒരു ഹോള് മാത്രമാണ് അവിടെ വരുന്നത്. അത് മാത്രം എടുത്ത് കളയുന്നു. നമുക്ക് ചിലപ്പോൾ ഡേ കെയർ ആയിട്ട് തന്നെ പേഷ്യൻറ്റിനെ വീട്ടിൽ വിടാൻ പറ്റും. പക്ഷേ ആ ആശുപത്രിയെ സംബന്ധിച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ മെഷീൻ, അതിന് അത്രയും അതിൽ ചെയ്ത് പരിചയമുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർ, ആ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്, ഇതെല്ലാം നമുക്ക് എക്സ്ട്രാ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകളും അല്ലെങ്കിൽ അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കില്ലുകളും ഉപയോഗിച്ച് ചെയ്യുന്ന സംഭവങ്ങൾക്ക് അതുകൊണ്ടാണ് പൈസ കൂടുന്നത്, ഒരിക്കലും ഡേ കെയർ ആയതുകൊണ്ടല്ല. ആ ട്രീറ്റ്മെന്റ് രീതിക്ക് അനുസരിച്ചിട്ടുള്ള മാറ്റം. ഈ പലപ്പോഴും ഈ സൈക്കിളിൽ വ്യത്യാസം വരുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെ നമ്മൾ ഡോക്ടറായി കാണുന്നൊരവസ്ഥ വരും അല്ലേ. പ്രത്യേകിച്ച് പീരിയഡ്സിൻ്റെ കാര്യങ്ങളിൽ കുറച്ചൊന്ന് സൈക്കിൾ തെറ്റുന്ന സമയത്ത് അടുത്തൊരാൾക്ക് എങ്ങനെയാണോ PCOD ഇഷ്യൂ ആണ് അപ്പോൾ എനിക്കും അത് തന്നെയാണ് എന്നൊരു നിർണ്ണയം സ്വയമേ നടത്തും. അപ്പോൾ ഇത്തരം ചിന്തകൾ എത്രത്തോളം അപകടം സൃഷ്ടിക്കും? ഇപ്പോൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കാണുകയോ കൺസൾട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കും. ഞാൻ എൻ്റെ പേജ് മെയിനായിട്ട് ഉപയോഗിക്കുന്ന അതിനാണ്. നിങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ റോഹൻ? ChatGPT. മുമ്പ് ഗൂഗിൾ ആയിരുന്നു ഞങ്ങളുടെ ശത്രു, ഇപ്പം ChatGPT ആണ് ഏറ്റവും വലിയ ശത്രു. ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു പേഷ്യൻ്റ്, ഇപ്പം ഞാൻ കുട്ടികളുടെ ഡോക്ടർ ആയതുകൊണ്ട് എൻ്റെ അനുഭവം പറയാം. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന അച്ഛനമ്മമാരെ ഇന്ന് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, വർക്കിംഗ് ആണ്. അപ്പോൾ എല്ലാവരും അവയർനെസ് ഉണ്ട് അവർക്ക്. അവയർനെസ് കുഴപ്പമില്ല. പക്ഷേ ഇവരിത് കംപ്ലീറ്റ്ലി വായിച്ച് ChatGPT എന്താണ്? ChatGPT പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറല്ല. ഇപ്പോൾ ChatGPTക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വിട്ടുമാറാത്ത പനിയുടെ കാരണങ്ങൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT ക്യാൻസർ വരെ അതിൽ പറയും അല്ലേ. ഗൂഗിളും അങ്ങനെ പറയും. കാരണം വളരെ ലക്ഷക്കണക്കിന് ഒരാൾക്ക് ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം, അതിൽ ചിലപ്പോൾ പെർസിസ്റ്റിംഗ് ഫീവർ ഒരു സിംറ്റം ആയിട്ട് വന്നേക്കാം. പലരും 2 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒന്നുകിൽ അതിനെ വളരെ ലഘുവായിട്ട് എടുക്കും, അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് വെപ്രാളപ്പെടും. രണ്ടും പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ എൻ്റെ പേജിലൂടെ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, റോഹൻ ഇത്രയും കാലത്തിനുള്ളിൽ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടോ? സംശയം ചോദിക്കാനായിട്ട് ഒരു ഫിസിഷ്യനെ കണ്ടിട്ടുണ്ട്. എത്ര പേര് പോവും? ഇല്ല. നമ്മൾ പലപ്പോഴും അത് പൈസ കൊടുക്കാനുള്ള മടി കൊണ്ടാന്ന് മാത്രം എനിക്ക് തോന്നിയിട്ടില്ല. എന്തോ അതാ നമുക്ക് ശീലമില്ല. നമുക്കൊരു അസുഖം വന്നാൽ കാണേണ്ട ആളാണ് ഡോക്ടർ. പക്ഷേ അതിപ്പോൾ ഞാൻ രോഗികളെ മാത്രം കുറ്റം പറയില്ല കേട്ടോ, ഡോക്ടർമാരുടെ ഭാഗത്തും തെറ്റുണ്ട്. രോഗികൾക്ക് കൊടുക്കുന്ന സമയം, അവരോട് കാണിക്കുന്ന എമ്പതി, ക്ഷമ, ഇതൊക്കെ ഇന്നും ഡോക്ടർമാർക്കും വളരെ തിരക്കുകൊണ്ടായിരിക്കാം കുറവാണ്. അപ്പോൾ ഒരു സംശയമൊക്കെ ചോദിക്കാൻ വേണ്ടി ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയൊക്കെ പറഞ്ഞു എന്ന് വരാം. ഞാൻ അതിൽ തന്നെ എടുത്ത് പറഞ്ഞോട്ടെ. ഇപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ എൻ്റെ ഉത്തരവുണ്ട്. ഞാനത് വളരെ വൈകി തിരിച്ചറിഞ്ഞൊരു കാര്യം. അപ്പോൾ ആദ്യം ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ല, സിംറ്റംസും ഇല്ല, അതിനുള്ള സാധ്യതകളില്ല എന്നുള്ള ചിന്തയിൽ വരും. കുറച്ച് വൈകിയാണ് ഇതിൻ്റെ ഫിസിഷ്യനെ കാണലും അല്ലെങ്കിൽ റെഗുലർ ചെക്കപ്പ് നടത്തേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പം ഡോക്ടർ എത്രത്തോളം സമയം ചെലവഴിക്കുന്നു എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ആദ്യം കണ്ടൊരു ഫിസിഷ്യൻ, ഞാൻ വന്ന് സംശയമായിട്ടാണ്, രോഗമായിട്ടല്ല, രോഗനിർണയത്തിനും ആയിരിക്കില്ല, സംശയങ്ങൾക്കായിരിക്കും. കൃത്യമായിട്ട് എൻ്റെ അടുത്ത് സമയം ചെലവഴിച്ചില്ല. ആ ഒറ്റ കാരണത്തിൽ ഞാൻ വേറെ ഡോക്ടർ സെക്കൻഡ് ഒപ്പീനിയൻ പോലെ എടുത്തു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററി ഒക്കെ എടുത്ത് കാര്യങ്ങൾ നോക്കി. അപ്പം എവിടെ ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ സംസാരത്തിലും എങ്ങനെ ഒരാളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആളുകൾ കുറേ കൂടി എത്തിക്കാൻ അതൊരു കാരണമുണ്ട്. ഇത് പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാതിരിക്കുന്നില്ലേ? ഇന്ന് പലപ്പോഴും ഇപ്പം എത്രയോ പ്രശ്നങ്ങൾ ഡോക്ടർ രോഗി അല്ലേ, ആ ഒരു ഫ്രിക്ഷൻ, പ്രശ്നങ്ങൾ, അടി പിടി, ഈവൻ വെട്ടും കുത്തിലും വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഞാൻ 2 സൈഡിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഞാൻ പറയാട്ടോ. അവർ ഭാഗത്ത് നമ്മൾ പ്രശ്നങ്ങൾ മാത്രം കാണുകയാണെങ്കിൽ, ഇപ്പോൾ റോഹൻ പറഞ്ഞ പോലെ സമയം ചെലവഴിക്കുന്നില്ല, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു എമ്പതി ഇല്ലാതെ മെക്കാനിക്കലായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ഒരു രോഗി വന്നു, ഈ ആശുപത്രിയിൽ നിന്ന് മറ്റേ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യണം, ഈ രോഗിയെ ഈ ആശുപത്രിയിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല, രോഗിയുടെ അവസ്ഥ വളരെ മോശമാണ്. നമുക്ക് 2 രീതിയിൽ ഇത് പറയാം. ഒന്നുകിൽ വളരെ മുഖത്തടിച്ച പോലെ നമ്മൾ പറയുന്ന കാര്യം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ റോഹൻ്റെ ആരെങ്കിലും ആണ് വെച്ചാൽ, അതെ ഇവിടെ ഈ സംഭവങ്ങളില്ല, നിങ്ങൾ എത്രയും വേഗം കൊണ്ടുപോയിക്കോ, ഇങ്ങനെയും പറയാം. കുറച്ചുകൂടി ക്ഷമയോടുകൂടി, കുറച്ചുകൂടി എംപത്തറ്റിക്കലി, സഹാനുഭൂതിയോടുകൂടി നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇത് രണ്ടിനും 2 ഔട്ട്കമാണ്. നാളെ ഈ രോഗി പോകുന്ന വഴിയിൽ എന്തെങ്കിലും ആ രോഗിക്ക് പറ്റി, അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ പോയി എന്തെങ്കിലും പറ്റി, ഇവർ തിരിച്ചു വന്നിട്ട് റോഹൻ എങ്ങനെയൊക്കെ പെരുമാറുക? ഇവിടുന്ന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ആദ്യം പോയ ആശുപത്രിയിൽ നിന്ന് നല്ല രീതിയിലാണ് അവർ പെരുമാറി, ട്രീറ്റ്മെൻറ്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പെരുമാറ്റം.
നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ വിട്ടത് എന്നുണ്ടെങ്കിൽ രോഹൻ പറയുക കറക്റ്റ് സമയത്ത് അവർ ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വിട്ടു, അത് കാരണം അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് അവിടെ എത്താനെങ്കിലും പറ്റി എന്ന് പറയും. തിരിച്ച് നമ്മളോട് വളരെ അറഗൻ്റായിട്ട് റൂഡായിട്ടാണ് ഇവിടുന്ന് വളരെ ഒരു ഇമോഷനും ഇല്ലാതെ അങ്ങ് പറഞ്ഞു വിട്ടു എന്ന് വയ്ക്കുക, ഇൻസെൻസിറ്റീവായിട്ട്. എന്താ പറയുക, നേരെ തിരിച്ച് ഈ ആശുപത്രിയിൽ അടിക്കാനായിരിക്കും ആദ്യം വരിക. അതാണ് അതിനുള്ള ടെൻഡൻസി. ഇതാണ് വ്യത്യാസം. കാര്യം ഡോക്ടർമാരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആകമൊത്തമുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് ഞങ്ങളെ ഡോക്ടർമാർ ഞങ്ങളുടെ കരിക്കുലത്തിൽ ഇപ്പോഴും ഞാൻ വലിയൊരു അപാകതയായിട്ട് കാണുന്ന ഒരു സംഭവം അതാണ്. ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ആരും പഠിപ്പിച്ചു തരുന്നില്ല. ഞങ്ങൾക്ക് അനാട്ടമി പഠിപ്പിച്ചു തരുന്നുണ്ട്, ഫിസിയോളജി പഠിപ്പിച്ചു തരുന്നുണ്ട്, സർജറി, മെഡിസിൻ, ഗൈനക് എല്ലാം പഠിക്കുന്നുണ്ട്. ഒരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഞങ്ങളെ ആരും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് കരിക്കുലത്തിലുണ്ടോയെന്ന് അറിയില്ല, ബട്ട് എൻ്റെ അറിവിൽ ഇതുവരെയും അതില്ല. നമ്മുടെ ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ USMLE അല്ലെങ്കിൽ അങ്ങനെ US-ലേക്കും പ്ലാബൊക്കെ എഴുതുന്ന സമയത്ത് അവിടുത്തെ എക്സാംസ് എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് ഞങ്ങൾക്ക് ക്ലിനിക്കൽ സിനാരിയോസ് തരിക ചെയ്യാം. ഇന്ന ആൾക്ക് ഇന്ന അസുഖമാണ്, നിങ്ങൾ എങ്ങനെയാണ് ആ അസുഖം ആണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, നിങ്ങൾ എങ്ങനെയാണ് അത് ബ്രേക്കിംഗ് ദ ബാഡ്, ആ ബാഡ് ന്യൂസ് എങ്ങനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യും, ഇതാണ് നമ്മുടെ പരീക്ഷ. നിങ്ങൾ എങ്ങനെ അതിന് കൃത്യമായിട്ടുള്ള പോയിന്റുകളുണ്ട്, നിങ്ങൾ ഇന്ന 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 കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പരീക്ഷ. നമ്മുടെ ഇവിടെ എന്താണ്, നമുക്ക് ഇവിടെ രോഗം ഡയഗ്നോസ് ചെയ്ത് ചികിത്സ കുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി. പക്ഷേ ആ രോഗിയോട് നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന് അത്രത്തോളം വെയിറ്റേജ് ഇവിടെ ഇല്ല. അതിന്റെ ഒരു പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഡോക്ടർമാരെ പറ്റിയുള്ള കുറ്റമാണ് ഞാൻ പറഞ്ഞത്. മറ്റേ സൈഡും ഞാൻ പറയണമല്ലോ, കാര്യം ഞാൻ ഒരു ഡോക്ടറാണ്. നോക്കൂ, ഇന്നത്തെ നമ്മുടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഗവൺമെന്റ് ആശുപത്രികളിലാണ് അല്ലേ. ഗവൺമെന്റ് ആശുപത്രികളുടെ ഡോക്ടർമാരുടെ വർക്കിംഗ് ലോഡ് ആരെങ്കിലും കാണുന്നുണ്ടോ? ഒരു രാവിലെ 8 മണിക്ക് ഇരിക്കുന്ന OP ഉച്ചയ്ക്ക് 1 മണി വരെ 5 മണിക്കൂർ ഇരിക്കുന്ന ഒരു ഡോക്ടർ കാണുന്ന പേഷ്യൻസ് 200-300 ആണ്. ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ, ഞാൻ പേരൂർക്കട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആളാണ്, വേറെയും ഗവൺമെൻറ് ആശുപത്രികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് സമയമില്ല റോഹൻ. ഒരു പേഷ്യൻ്റ് ഇങ്ങനെ ക്യൂ ആണ് നിൽക്കുന്നത്. നമ്മളൊരു പേഷ്യൻ്റ് 2 മിനിറ്റ് അധികം എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന പേഷ്യൻ്റ് ചൂടാവും, മുറുക്കാൻ തുടങ്ങും, എന്ത് പരിപാടി, എന്താണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പേഷ്യൻറ്റിന് 5 മിനിറ്റ് കൊടുക്കാനില്ലാത്ത ഗതികേടാണ് നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഡോക്ടർമാർ ഫേസ് ചെയ്യുന്നത്. പ്രൈവറ്റിൽ അത്ര തന്നെ ഇല്ല എന്ന് പറയാം, കാര്യം അവിടെ കുറച്ചുകൂടി ലോഡ് കുറവായിരിക്കും. അപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇരിക്കുന്ന ഡോക്ടർമാർ, നമ്മൾ എക്സ്റേ മെഷീനോ സ്കാനിങ് മെഷീനോ ഒന്നുമല്ല, ഈ വരുന്ന പേഷ്യൻറ്റിനെ 5 മിനിറ്റ് കൊണ്ട് കണ്ട് ഇയാൾക്ക് എന്താണ് രോഗം എന്ന് നിർണ്ണയിക്കാൻ മാത്രം നമ്മൾ അതിമാനുഷ്യരൊന്നുമല്ല. അപ്പോൾ പലപ്പോഴും ഈ രോഗിക്ക് കൊടുക്കുന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ രോഗിയും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല, ഡോക്ടർ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇതൊരു പ്രക്രിയ പോലെ ഇതിന്റെ ഇടയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരു കാര്യം വൃത്തിയായിട്ട് സമയമെടുത്ത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അപകട സാധ്യത അത് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുമ്പോൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഒരു രോഗിക്ക് ഇങ്ങനെ 10-100 രോഗികളെ നോക്കി വിടുന്ന സമയത്ത് ഒരു അബദ്ധം ഒരു ഡോക്ടർക്ക് പറ്റും എന്നുള്ളത് അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ സംഭവിക്കുന്നത് സൗജന്യ ചികിത്സ എന്നൊരു വലിയൊരു പ്ലസ് ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ ഫീവർ വരുന്നതോ കോൾഡോ കാര്യങ്ങളോ അല്ല, അതിനപ്പുറത്തേക്കൊരു ഗൗരവമായിട്ടുള്ള വിഷയം എന്നുണ്ടെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് സൗജന്യ ചികിത്സ നേടാൻ പലരും മടിക്കും. കൃത്യമായിട്ടൊരു ചികിത്സ ഇവിടുന്ന് കിട്ടുമോ, ഉറപ്പ് വരുത്തുമോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് അഡ്മിഷൻ കാര്യങ്ങളിലാണെങ്കിൽ ആ സൗകര്യം ഉണ്ടാവും എന്നൊരു ചിന്ത വരുന്നുണ്ട്. അപ്പോൾ ഇതിലെത്രത്തോളം എനിക്ക് തോന്നുന്നു സർക്കാർ കുറച്ചുകൂടി മുൻകരുതൽ എടുക്കാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ് റോഹൻ. ഇതിപ്പോൾ ഈ പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിരുന്നു സർക്കാർ ആശുപത്രികൾ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ സർക്കാർ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കുന്നത്, ഇപ്പോൾ വരുന്ന രോഗികളുടെ എണ്ണം കൂടി. കാരണം സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പടിപടിയായിട്ട്, എങ്കിലും അത് ലോകോത്തര നിലവാരത്തിലേക്ക് എത്താനൊക്കെ സമയമെടുക്കും. നമുക്ക് ഒരു പതുക്കെ അത് മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി സംഭവിക്കുന്നുണ്ട്. സൗകര്യങ്ങൾ കൂടുന്നുണ്ട്, വരുന്ന രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടാതെ നിൽക്കുന്നത് എന്താണെന്നറിയോ? ഡോക്ടർമാരുടെ എണ്ണം, ബാക്കിയുള്ള അതായത് സപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ കൂടിയോണ്ട് മാത്രം കാര്യമില്ല, മാൻ പവർ കൂടണം. മാൻ പവർ കൂടുന്നുണ്ട്, പക്ഷേ ആനുപാതികമല്ല. പക്ഷേ ആ മാൻ പവർ കൂടുന്നതിനനുസരിച്ചുള്ള വേതനം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് സമരങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വരുന്ന രോഗികളെ അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കേറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിന് നമ്മൾ ഡോക്ടർമാരെ ഇപ്പോൾ ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ആ ഡോക്ടർ ഈ ഒരു സിസ്റ്റത്തിന്റെ ഇരയാണെന്നേ ഞാൻ പറയൂ. ഡോക്ടറും ഇരയാണ്, രോഗിയും ഇരയാണ്. ഇവിടെ രോഗി മാത്രമല്ല, ഡോക്ടറും കൂടിയാണ്. അപ്പൊ പലരും ഇത് ഞാൻ പറയുമ്പോൾ ആ ഡോക്ടർമാർ അവരെ അങ്ങനെയല്ലല്ലോ. നമ്മൾ 2 സൈഡും കാണണം. ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ഡോക്ടറും തൻ്റെ മുമ്പിൽ വരുന്ന ഒരു രോഗിക്ക് എന്തെങ്കിലും പറ്റണമെന്ന് ലോകത്ത് ഒരു ഡോക്ടറും ആഗ്രഹിക്കില്ല.
അത് ഇനി എത്ര മോശം ഡോക്ടർ, കൈക്കൂലി വാങ്ങുന്ന ഡോക്ടർ, നിങ്ങൾ എന്ത് കുറ്റം പറയുന്ന ഡോക്ടർ ആയിക്കോട്ടെ, രോഗിക്ക് ആപത്ത് സംഭവിക്കണമെന്ന് ഒരു ഡോക്ടറും മനഃപൂർവ്വം ആഗ്രഹിക്കില്ല. കാരണം ഇത് നാളെ എൻ്റെ കരിയറിനെ ബാധിക്കാം എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ ബോധ്യമുള്ളതാണ്. ഒരു പിഴവ് മതി അത്രയും കാലം ഉണ്ടാക്കിയ ഒരു കരിയർ നമുക്ക് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ആരും മനഃപൂർവ്വം ചെയ്യില്ല. പക്ഷേ ചില സന്ദർഭങ്ങൾ, ചില ദുരവസ്ഥകൾ, ചില ഹെൽപ്ലെസ്നെസ്, നമ്മുടെ നിസ്സഹായതകളാണ്. ചില സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ടത്ര രീതിയിൽ അവർ വിചാരിക്കുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അത്ര സമയം കിട്ടിയിട്ടുണ്ടാവില്ല, അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ രണ്ട് സൈഡും നിന്ന് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കണ്ണടച്ചിരുട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടടച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ളത്. ഈ പലപ്പോഴും പറയും ഒരു 6 months വരെ എല്ലാ അമ്മമാരും പീഡിയാട്രീഷ്യനാണ് അല്ലേ? കാരണം ആ കുട്ടികളുടെ പരിചരണത്തിൽ എപ്പോഴും അതിനെക്കുറിച്ചൊരു ധാരണയും അവർക്ക് കുറച്ചും കൂടിയും അതിനെ കുറേ കാര്യപ്രാപ്തി വേണമെന്ന് പറയും. അപ്പം നമുക്കിത് ശരിക്കൊന്നും എന്താ പറയുക, കൈവഴിയായി അല്ലെങ്കിൽ തലമുറ വഴിയായിട്ട് കിട്ടുന്ന കുറേ കാര്യങ്ങളായിരിക്കും അവരമ്മമാരിന്നും മുത്തശ്ശിമാരിന്നും കിട്ടുന്ന കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ഓരോ അമ്മമാരും ഒരു ഡോക്ടറെ കണ്ട്, ഒരു പീഡിയാട്രീഷ്യനെ ഡോക്ടറെ പോലെ വന്ന് കാണുന്നതിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് അമ്മമാർ പീഡിയാട്രീഷ്യൻ ആവേണ്ടത് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ തലങ്ങളിലായിരിക്കും? അമ്മമാർ പീഡിയാട്രീഷ്യൻസ് ആവരുത് എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം അങ്ങനെയല്ല. കാര്യം ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ ബുക്ക് അതിനെ പറ്റിയാണ്. കുട്ടിക്കാരും കുട്ടിക്കളിയല്ല, ആദ്യത്തെ 6 മാസം, ഇപ്പോൾ റോഹൻ പറഞ്ഞ ആദ്യത്തെ 6 മാസം മാത്രമാണ് ഞാൻ വലിയൊരു ബുക്കായി എഴുതിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തലമുറയായിട്ട് കിട്ടുന്ന ചില സംഗതികളെന്ന് പറഞ്ഞില്ലേ, അതിൽ ഗുണവും ഉണ്ടോ ദോഷവും ഉണ്ടോ കേട്ടോ. നമുക്ക് ഇങ്ങനെ പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല സംഗതികളും നമുക്ക് തെറ്റാണെന്ന്, ഇപ്പം തെറ്റാണെന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടാലും അതങ്ങ് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ മുത്തശ്ശി ഇതാണ് ചെയ്തിരുന്നത്, എന്റെ അമ്മമ്മ ഇതാണ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ മോളെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് പോലും എൻ്റെ അമ്മമ്മ അന്ന് ജീവനോടെയുണ്ട്, അമ്മമ്മ മരിച്ചുപോയി. അപ്പൊ അന്ന് പോലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന, ഞാനൊരു പീഡിയാട്രീഷ്യൻ ആണെന്ന് ആലോചിക്കണം, ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ അമ്മമ്മ എന്നോട് പറഞ്ഞത്, ഇതൊക്കെ ഇത് നീ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ട് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങൾ, അതിൽ നല്ലതുണ്ട് ചീത്തയുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന മഞ്ഞപ്പിത്തം നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് സൂര്യപ്രകാശത്തിന്റെ താഴെ കൊണ്ടേ കാണിച്ചാൽ മാറുന്നു. ഇന്നും നമ്മൾ സൂര്യപ്രകാശം കാണിക്കുന്നുണ്ട്. യാതൊരു ബേസിസും ഇല്ലാത്ത സംഭവമാണ്. സൂര്യപ്രകാശത്തിന് കുട്ടികളുടെ മഞ്ഞപ്പിത്തത്തിന് ഒരു എഫക്റ്റും ഇല്ല. പക്ഷെ ഞാൻ സൂര്യപ്രകാശം കാണിക്കാൻ പറയാറുണ്ട്. അത് എന്തിനാ? വൈറ്റമിൻ ഡി കിട്ടും കുട്ടിക്ക്, അത് നല്ലതാ. പക്ഷെ ഇന്നും നമ്മൾ ഇതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ ഒരു മുഖം ചുളിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അച്ഛനും അമ്മയും കൂടി ജനിക്കുകയാണ്. അവർക്കും ഇതുവരെ, ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ മോളുണ്ടായ സമയത്ത് ഞാൻ അന്ന് പീഡിയാട്രിക്സിൻ്റെ PG ഒക്കെ കഴിഞ്ഞ് പീഡിയാട്രീഷ്യനായിട്ട് ഇരിക്കുന്ന സമയമാണ്. പക്ഷെ ഞാൻ ആ കുഞ്ഞിനെ വെച്ചിട്ട് എൻ്റെ കയ്യിലെടുത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴാണ് നമുക്ക് പീഡിയാട്രീഷ്യനായിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാവുക. കാര്യം നമുക്ക് ചില പ്രാക്ടിക്കൽ ഇഷ്യൂസ് ഇത് എങ്ങനെ ഡീൽ ചെയ്യണം, ഈ കുഞ്ഞ് നമ്മുടെ കയ്യിലാണല്ലോ. ഉപദേശിക്കാൻ വളരെ ഈസിയാണ്. നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന അമ്മമാരായിട്ടുള്ള പേഷ്യൻസിനെ ഞങ്ങളിങ്ങനെ ഘോര ഉപദേശിക്കും. പക്ഷെ ഒരു കുഞ്ഞെൻ്റെ കയ്യിൽ വന്നപ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്ന അറിയാതെ ഞാൻ ഇരുന്ന അവസ്ഥകൾ ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ലാതെ ഒരു അമ്മയാവുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ. ഈ ചിന്തകളിലല്ലേ ശരിക്കും ഒരു ആയുർവേദം അലോപ്പതിയും തമ്മിലുള്ള യുദ്ധം വരുന്നത് ഒരു പക്ഷേ അല്ലേ? കാരണം ഈ പറഞ്ഞ മുത്തശ്ശി വഴി അല്ലെ, അല്ലെങ്കിൽ ഇങ്ങനെ തലമുറ വഴി കൈമാറി വന്ന സാധനങ്ങൾ കുറെ കൂടി ഇത് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവർ കുറെ കൂടി ശരിയാന്നുള്ള രീതിയിലേക്ക് ചിന്ത വരും. നമുക്ക് എപ്പോഴും ആയുർവേദത്തിന് ഞാൻ ഒരു ശാസ്ത്രശാഖയെയും ഞാൻ കുറ്റം പറയാറില്ല. ആയുർവേദം മോശമാണെന്ന് പറയുന്നത് ശരിയല്ല. കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു തനതായിട്ടുള്ള കാലാകാലങ്ങളായിട്ട് നമ്മൾ പരിചരിച്ചു വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ എവിടെയും ഈ കോമൺ സെൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. എനിക്കറിയുന്ന എത്രയോ നല്ല ആയുർവേദ ഡോക്ടർമാരുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊരു ക്യാൻസർ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് നല്ലൊരു ആയുർവേദ ഡോക്ടർ ഒരിക്കലും വെച്ചിരിക്കില്ല. അവർ പറയുക, നിങ്ങളിത് എത്രയും വേഗം കൊണ്ടുപോയിട്ട് ഒരു ഇന്റേണൽ മെഡിസിൻ ഡോക്ടറെ കാണണം, ഒരു സർജനെ കാണണം, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞു വിടുന്ന ഒരു ആയുർവേദ ഡോക്ടർ, അദ്ദേഹം നല്ലൊരു ആയുർവേദ ഡോക്ടറാണ്. കാരണം ആ കോമൺ സെൻസ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധി അദ്ദേഹത്തിനുണ്ട്. ശരിക്കും ഇവിടെ ഒരു മത്സരബുദ്ധിയുടെ ആവശ്യമില്ലല്ലോ. എല്ലാ ഇപ്പൊ ആയുർവേദം ആയിക്കോട്ടെ അലോപ്പതിയുടെ ഡോക്ടറെ ചിന്തിക്കുന്ന സംബന്ധിച്ചിടത്തോളം ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി പരീക്ഷ നൽകുക എന്നുള്ളത്. ഞാൻ അങ്ങോട്ട് പലപ്പോഴും എനിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനം നേരിട്ടിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ്. ഞാൻ എതിർക്കുന്നത് ഹോമിയോയെയോ അല്ലെങ്കിൽ ആയുർവേദത്തിനെയോ അങ്ങനെയുള്ള സംഭവങ്ങൾ പേരെടുത്ത് പറഞ്ഞിട്ടല്ല, അശാസ്ത്രീയതയാണ് ഞാൻ. അതായത് അൺസയന്റിഫിക് ആയിട്ട് അശാസ്ത്രീയമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിനി ഇന്റേണൽ മെഡിസിൻ ആൾക്കാർ പറഞ്ഞാലും ഞാൻ എതിർക്കും. കാര്യം ഇന്റേണൽ മെഡിസിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിലെന്തും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ
റോഹൻ പാരസെറ്റമോൾ എടുത്ത് കഴിക്കുകയാണ്. പാരസെറ്റമോളിനെ പറ്റിയിട്ട് ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സകലമാന ജാതകവും നിങ്ങൾക്ക് കിട്ടും. കാര്യം ഇത് സ്റ്റഡീഡാണ്. നമ്മൾ കൊടുക്കുന്ന ഏതൊരു മരുന്നും വിപണിയിൽ വരുന്നതിന് മുമ്പ് എത്രയോ പഠനങ്ങൾക്ക് വിധേയമായി അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ തന്നെ പറയുകയാണ്, ഇതിന് ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട്, ഇത് ഒരു പരിധിക്ക് അപ്പുറം, നിങ്ങൾ ഈ ഡോസിനപ്പുറം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാരസെറ്റമോൾ ലിവർ ഡാമേജ് ഉണ്ടാക്കും എന്ന് വേറെ ആരുമല്ല പറയുന്നത്. ഇന്റേണൽ മെഡിസിൻ ഡോക്ടർമാരും ഈ ശാസ്ത്ര ശാഖയാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അതിനെപ്പറ്റി അത്രത്തോളം പഠനങ്ങൾ നടന്നതുകൊണ്ടാണ്. എന്നാൽ നിങ്ങൾ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് ഇത് എത്രത്തോളം, ഇപ്പോൾ പലപ്പോഴും പല മുട്ടായികളുടെ രൂപത്തിൽ, ഭസ്മങ്ങളുടെ രൂപത്തിലൊക്കെ പല മരുന്നുകളും നമുക്ക് കിട്ടാറുണ്ട്. ഇതിൻ്റെ നിങ്ങൾക്കറിയോ, നിങ്ങൾ ചോദിക്കാറുണ്ടോ എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കോമ്പോണൻറ്റ്, ഇതിലെന്താണ് ഗുണം ദോഷം, ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചോദിക്കാറുമില്ല. നമുക്ക് അറിയാനുള്ള വഴികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതാണ് അശാസ്ത്രീയത. നമ്മൾ കഴിക്കുന്നത് എന്തോ ആവട്ടെ, അത് മരുന്നായാലും ഭക്ഷണമായാലും അതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. അത് പറഞ്ഞു തരാനുള്ള ഉത്തരവാദിത്തം ഈ ഡോക്ടർമാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഏത് ശാസ്ത്രശാഖയാണെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോഴല്ലേ ഇപ്പം ഒരു കുഞ്ഞ്, ഞാൻ ഇപ്പോൾ ഒരു പാരസെറ്റമോൾ ഡ്രോപ്സ് ഞാൻ കൊടുത്തു, ഞാൻ 1 ml ആണ് കഴിക്കാൻ പറഞ്ഞത്. അബദ്ധവശാൽ ആ കുഞ്ഞിൻ്റെ അമ്മ 10 ml വെച്ച് കൊടുത്തു എന്ന് വയ്ക്കും. ഡെഫിനറ്റ്ലി അത് പാരസെറ്റമോൾ ടോക്സിസിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അമ്മ കൊടുത്ത് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള മറുമരുന്ന് കൊടുക്കണം. അതായത് പാരസെറ്റമോളിൻ്റെ വളരെ 10 ഇരട്ടി മരുന്ന് ആ അമ്മ പല തവണയായിട്ട് കൊടുത്തു. അത് ലിവർ ഡാമേജ് ആ കുട്ടിക്ക് ഉണ്ടാക്കും. അപ്പോൾ ആ ലിവർ ഡാമേജ് ഉണ്ടാക്കുമെന്നും ആ ലിവർ ഡാമേജ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യണമെന്നും അതിനുള്ള മറുമരുന്നുകൾ അവൈലബിൾ ആണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇതിന് മറുമരുന്ന് കൊടുക്കണമെന്നും ഉള്ള അറിവാണ് ഇന്റേണൽ മെഡിസിനെ ബാക്കിയുള്ള ശാസ്ത്രശാഖകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ മറ്റിടത്ത് അറിവില്ല, അതായത് സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മ സൈഡ് എഫക്റ്റ് ഇല്ല എന്നതല്ല. പലരും പറയുന്നത് ഞങ്ങളുടെ മരുന്നുകൾക്ക് സൈഡ് എഫക്റ്റ് ഇല്ല എന്നാണ്. അങ്ങനെ കേട്ടിട്ടില്ലേ? ഈ അലോപ്പതി മരുന്നുകൾ മുഴുവൻ കെമിക്കലാണ്, സൈഡ് ഇഫക്റ്റ് ആണ്, ഇത് കംപ്ലീറ്റ് പ്രശ്നമാണ്. എന്നാൽ ബാക്കി മരുന്നുകൾക്ക് ഇത് സൈഡ് ഇഫക്റ്റ് ഇല്ലായ്മയല്ല, അറിവില്ലായ്മയാണ്. സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല, കാരണം ഇതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് നടന്നിട്ടില്ല. അപ്പോൾ ഒന്നില്ല എന്ന് പറയുന്നത് അതില്ലാത്തത് കൊണ്ടല്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും തമാശക്കെങ്കിലും പറയാറുണ്ട്. ന്യൂട്ടൻ്റെ ചലന നിയമം, 3ാമത്തെ ചലന നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ട്. പ്രതിപ്രവർത്തനം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, പ്രവർത്തനവും ഇല്ല. അതിന് ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് റിയാക്ഷൻ ഉണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുക്കുന്ന ഇന്റേണൽ മെഡിസിനിൽ കൊടുക്കുന്ന എല്ലാ മരുന്നുകൾക്കും റിയാക്ഷൻ ഉണ്ട്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പക്ഷേ അതിൻ്റെ അപ്പം ചോദിക്കാം, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഞങ്ങൾ കഴിക്കുന്ന ഒക്കെ വിഷമല്ലേ? അങ്ങനെയല്ല. ഇപ്പോൾ ഈ പാരസെറ്റമോളിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു കുട്ടിയുടെ വെയ്റ്റിനനുസരിച്ചിട്ട് ആ കുട്ടിക്ക് ഏറ്റവും മാക്സിമം എത്ര ഡോസ് വരെ പാരസെറ്റമോൾ കൊടുക്കാം എന്നുള്ളതിന് കണക്കുണ്ട്. ഞങ്ങൾ ഫാർമക്കോളജി പഠിക്കുന്നുണ്ട്, വർഷങ്ങളോളം പഠിക്കുന്നുണ്ട്. അതെന്തിനാണ്? ഓരോ മരുന്നും കൊടുക്കുന്ന ഓരോ മരുന്നുകളും എന്താണെന്നും, ഒരു കുട്ടികൾക്ക് എത്ര, വയസ്സായ ആളുകൾക്ക് എത്ര, ഇത്ര കിലോ ഉള്ള ആൾക്ക് എത്ര. ഇപ്പോൾ 15 കിലോ ഉള്ള ഒരു കുട്ടിയുടെ ഡോസ് അല്ല 25 കിലോ ഉള്ള കുട്ടിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് നോക്കുന്ന കുട്ടികളുടെ. അപ്പോൾ എത്ര ഡോസ് വരെ, ഇപ്പോൾ പാരസെറ്റമോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 10 to 15 mg/kg ആണ് അതിൻ്റെ ഡോസ്, നോർമൽ ഡോസ്. അത് അപ് ടു 60, അപ് ടു ഇത്ര വരെ പോകാം. ഇതിനപ്പുറം പോകാൻ പാടില്ല, ഇതിനപ്പുറം പോയാൽ ടോക്സിസിറ്റി ആണ്. ഇതെല്ലാം ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ പാരസെറ്റമോളിൻ്റെ 500 mg ഡോളോ ടാബ്ലറ്റ് എഴുതി കൊടുക്കില്ല. മനസ്സിലായോ? അതിന് കൊടുക്കുന്ന ഡ്രോപ്സ് ആണ്, ഇത്ര ഡ്രോപ്സ്. അപ്പോൾ ഈ ഒരു അറിവാണ് ഇന്റേണൽ മെഡിസിനെ, അതായത് അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി പറയുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരിക്കലും ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തലായിട്ട് കാണരുത്. ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് പലരും പറയുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റേണൽ മെഡിസിൻ അല്ലെങ്കിൽ അലോപ്പതി മാത്രമാണ് ശരി, ബാക്കിയൊക്കെ തെറ്റ്. ഒരിക്കലും അങ്ങനെയല്ല. പഠനങ്ങൾ നടക്കണം. അത് ആയുർവേദമാണെങ്കിലും ഹോമിയോ ആണെങ്കിലും പഠനങ്ങൾ നടക്കണം. പഠനത്തിലൂടെ വേണം നമ്മൾ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഒരു മരുന്ന് കുറിച്ചു കൊടുക്കാൻ. പക്ഷെ അങ്ങനെ പഠനങ്ങൾ കൂടെ നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് സൈഡ് എഫക്ട്സ് സംഭവിക്കുന്നുണ്ട്, തെളിവുണ്ടോ ഇല്ലയോ, നേരത്തെ പറഞ്ഞ പോലെ അറിവില്ലായ്മയോ ഉള്ളതോ എന്തോ ആയിക്കോട്ടെ, വർഷങ്ങൾക്ക് ഇപ്പുറം അത് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എക്സിസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഒരു ശാസ്ത്രശാഖ മാത്രമാണ് ശരി എന്നുള്ളതല്ലോ. ഇപ്പൊ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്, അതിലൊരു ശരികേടുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ, അതൊരു അപകടമുണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതാണ് അതിന്റെ ശരികേട്. പഠനങ്ങൾ മുന്നോട്ട് നടക്കുന്നില്ല. ഇപ്പോൾ ഇന്റേണൽ മെഡിസിനിൽ നടക്കുന്ന പോലെ ലോകത്താകമാനം വാക്സിനുകളെ പറ്റിയിട്ടും മരുന്നുകളെ പറ്റിയിട്ടും പഠനങ്ങൾ ആയുർവേദത്തിൽ നടക്കുന്നുണ്ടോ? ഇപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ചിട്ട് ഇന്ത്യയാണ് അല്ലേ വളരെയധികം അതിൻ്റെ ഒരു ഹബ്ബായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തണ്ടേ, കൂടുതൽ
എന്താ എക്സ്പെരിമെൻസും കാര്യങ്ങളും അതിനെ പറ്റിയിട്ട് കൂടുതൽ ഇപ്പം നമ്മൾ എവിടെ നിന്നോ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പോരാ. നമ്മളിപ്പോൾ ഒരു മരുന്ന് ഇപ്പോൾ അവർ ലേഹ്യമാണെങ്കിലും അരിഷ്ടമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണവും ദോഷവും പറ്റിയിട്ട് പഠിക്കണം. അതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്. നമ്മൾ പലപ്പോഴും കാണുന്ന ഇപ്പോൾ ലിവർ ടോക്സിസിറ്റി, ലിവർ ഡാമേജ് ആയിട്ട്, ലിവർ ഫെയിലിയർ ആയിട്ട് ചെറുപ്പക്കാർ വരുമ്പോൾ, ഞാനൊരു പ്രത്യേക ശാസ്ത്രശാഖയല്ല പറയുന്നത് കേട്ടോ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഏതെങ്കിലും മരുന്ന് കഴിച്ചു വെച്ചാൽ ആദ്യമൊക്കെ ഇവർ ഇല്ല എന്നൊക്കെ പറയും. പ്രത്യേകിച്ചിട്ട് ഈ ഒരു അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ഒരു 15 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടികളിലാണ് പലപ്പോഴും കിഡ്നി ഫെയിലിയറും ലിവർ ഫെയിലിയറൊക്കെ ആയിട്ട് വരുമ്പോൾ പിന്നെയാണ് പറയുക മസിൽ വെക്കാൻ അത് കഴിച്ചു, ഈ മരുന്ന് കഴിച്ചു, ഈ ജിമ്മിൽ നിന്ന് ഇത് തന്നു, അത് തന്നു. അപ്പോൾ ഇതിലെല്ലാം ഞാൻ അടച്ചാ പറയുന്നത്, അതായത് നമ്മൾ പേരറിയാത്ത, നമുക്ക് എന്തെന്നറിയാത്ത മരുന്നുകൾ. ഇപ്പോൾ ആൺകുട്ടികളെ ഈസി ആയിട്ട് ഇപ്പോൾ കുറച്ചു കാലം മുമ്പേ വെളുത്ത് പാർന്ന ക്രീം വന്ന് എന്നിട്ട് എന്താ ഉണ്ടായത് നമ്മൾ കണ്ടതല്ലേ. അത് പെൺകുട്ടികളെയാണ് കൂടുതലായിട്ട് ബാധിച്ചത്. കാരണം എന്താ വെച്ചാൽ ഈ ഫെയർനെസ് എന്ന് പറയുന്നത് വിപണികളിൽ ഇറക്കുന്ന ആളുകൾക്ക് അറിയാം എന്ത് പറഞ്ഞാലാണ് നമുക്ക് ഇവരെ കുഴിയിൽ ചാടിക്കാൻ പറ്റുക. അപ്പോൾ വെളുത്ത് പാർന്ന ക്രീം എന്ന് പറഞ്ഞിട്ട് ആ സംഭവം വന്നു, അത് എത്രയോ പേരുടെ കിഡ്നിയെ അടിച്ചു കളഞ്ഞു. അപ്പോൾ ഇതാണ് പറയുന്നത്, ഏത് ശാസ്ത്രശാഖയാണെന്നുണ്ടെങ്കിലും കൂടുതൽ പഠനങ്ങൾ നടക്കണം, അറിവില്ലായ്മയെ അലങ്കാരമാക്കിയിട്ട് കൊണ്ടു നടക്കരുത്, അത്രയേ ഉള്ളൂ. യെസ്. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിൽ അറിയുന്ന സമയത്തൊരു അറിവില്ലായ്മ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, അറിഞ്ഞെങ്കിൽ വരെ ചെയ്യാൻ പേടിയുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ കുറച്ചൊന്ന് പരിഗണിക്കുന്നവരായിരിക്കും കൂടുതൽ എന്ത് ചെയ്യണം ശരിക്കും? അതാണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ മെയിനായിട്ട് പേജിൽ ചെയ്യാറുള്ളത്. കാരണം കുട്ടിയെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതല്ല. പലപ്പോഴും ഒരു കുഞ്ഞിനൊരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ബക്കറ്റിൽ വെള്ളത്തിൽ വീണ് കുഞ്ഞ് മരിച്ചു. അങ്ങനെ അതായത് വീടിൻ്റെ പരിസരത്തുള്ള കുഞ്ഞു അപകടങ്ങളാണ് പലപ്പോഴും കുട്ടികളുടെ ജീവൻ എടുക്കാറുള്ളത്. നാണയം തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചു, പാല് തൊണ്ടയിൽ, റംബൂട്ടാൻ, ഇതൊക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള സമയം അത് വളരെ ക്രൂഷ്യലാണ്. ആ ഒരു ഗോൾഡൻ മിനിറ്റ്സ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അധികവും ആ കുഞ്ഞിൻ്റെ ജീവൻ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ് എന്നുള്ളതിനേക്കാൾ ഉപരി ബേസിക് ലൈഫ് സപ്പോർട്ട് എന്നുള്ളതാണ് BLS എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ CPR കൊടുക്കുക എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കുട്ടികളുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും ഫോറിൻ ബോഡിയാണ് മെയിനായിട്ടുള്ള പ്രശ്നം, അവരുടെ തൊണ്ടയിൽ വല്ലതൊക്കെ കുടുങ്ങുക. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തത്. അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അച്ഛനമ്മമാരെ പീഡിയാട്രീഷ്യൻസ് ആക്കലല്ല. പീഡിയാട്രീഷ്യൻസ് ചെയ്യുന്ന ജോലി അത് നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ വീട്ടിലെ പീഡിയാട്രീഷ്യൻസ് അവരാണ്. അപ്പോൾ അവരെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് അറിയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഡേഞ്ചർ സൈൻസ് അല്ലെങ്കിൽ റെഡ് സിഗ്നൽസ്, എപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു മെഡിക്കൽ സഹായം കൊടുക്കണം എന്നുള്ളത്. ഇപ്പം ഞാൻ വളരെ അതിപ്പോൾ ഒരു അസുഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞിനൊരു ചെറിയ ജലദോഷവും പനിയൊക്കെ തുടങ്ങി വീട്ടിൽ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ അതൊരു ന്യൂമോണിയയിലേക്ക് പോകുന്നു എന്നുള്ളതിന് കുഞ്ഞ് ചില സിഗ്നൽസ് തരും നമുക്ക്. ഫാസ്റ്റ് ബ്രീത്തിങ്, അതായത് ബ്രീത്തിങ് ഭയങ്കര ഫാസ്റ്റ് ആവും, കുഞ്ഞ് ഇങ്ങനെ മുക്കി ശ്വാസം എടുക്കാൻ തുടങ്ങും, ആ കുഞ്ഞിൻ്റെ ആകമൊത്തുള്ള ഒരു സെൻസോറിയം മോശമാവും, ഉഷാറ് കുറയും, വിട്ടുമാറാത്ത പനി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അച്ഛനമ്മമാർ പിക്ക് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് കൃത്യമായിട്ട് അറിയണം. ഇമ്മ്യൂണൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കുഞ്ഞിനും ഓരോ പ്രായത്തിലും ഏതൊക്കെ വാക്സിനേഷൻസ് കൊടുക്കണം അത് മാത്രം അറിഞ്ഞാൽ പോരാ. എന്തിനാണ് ഈ ഓരോ വാക്സിനേഷൻ? ഇന്നും BCG എന്തിനാണ്? ജനിക്കുമ്പോൾ നമ്മൾ കാലാകാലങ്ങളായിട്ട് കൊടുക്കുന്ന വാക്സിനേഷനാണ് BCG. ഇന്ന് ചില അച്ഛന്മാരത്തേയും ചോദിച്ചാൽ BCG എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? അറിയില്ല. അപ്പം നമ്മൾ DPT ട്രിപ്പിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത്? അപ്പോൾ അറിയുന്നില്ല ഏതൊക്കെ രോഗങ്ങളെ തടയാനാണ് BCG കൊടുക്കുന്നത് അല്ലെങ്കിൽ DPT കൊടുക്കുന്നത്, ട്രിപ്പിൾ വാക്സിൻ കൊടുക്കുന്നത്. അതറിയാത്തവരുണ്ട്, അത് നമ്മൾ അറിയണം. അപ്പോൾ അതൊക്കെ ബേസിക് നോളേജാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം, കാര്യം ഇതൊക്കെ നോക്കുന്നത് അച്ഛനമ്മമാരാണ്, പീഡിയാട്രീഷ്യൻസ് അല്ല. അപ്പോൾ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓരോ പ്രായത്തിലും എൻ്റെ കുഞ്ഞിന് 4 വയസ്സിൽ എത്ര ഹൈറ്റ് വേണം, എത്ര വെയിറ്റ് വേണം അറിയണ്ടേ? അതില്ലാത്തപ്പോഴല്ലേ ഇപ്പം എൻ്റെ കുഞ്ഞിന് 4 വയസ്സിൽ 15-16 കിലോ വേണം, എൻ്റെ കുഞ്ഞിന് 12 കിലോ ഉള്ളൂ. ഇത് പ്രശ്നമാണല്ലോ. ആ പ്രശ്നമാണല്ലോ എന്ന് തോന്നുന്നത് ഒരു അച്ഛനും അമ്മയ്ക്കുമാണ്. ഡോക്ടേഴ്സിന് ഒരിക്കലും വീട്ടിൽ പോയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അടുത്തേക്ക് വരുന്നവർക്കാണ് നമുക്ക് മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കാൻ സാധിക്കും. ഈ പെട്ടെന്ന് വരുന്ന രീതിയിലേക്കുള്ള ഒരു മെഡിക്കൽ സഹായം ആവശ്യം വരുമ്പോൾ കുഞ്ഞിന് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ അടുത്തായിട്ട് ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കോയിൻ കുടുങ്ങിയോ എന്തെങ്കിലും എടുത്ത് എൻ്റെ ക്യാപ്പോ കാര്യങ്ങളോ വെച്ച് വിഴുങ്ങുന്നോക്കെ. സോ എനിക്കൊന്ന് വാക്കുകളേക്കാളൊപ്പം കുറച്ചും കൂടി അതിൻ്റെ കാണിക്കാൻ നല്ലതായിരിക്കും. നമുക്കിപ്പോൾ ഈ ഫോറിൻ ബോഡി എന്ന് പറയുന്നത് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ സംഭവിക്കാം. സാധാരണ അതൊരു 1-1.5 വയസ്സിൽ താഴെയുള്ള കുട്ടിക്കാണ് സംഭവിക്കുക. കാരണം അവരിങ്ങനെ എഴിഞ്ഞ് നടക്കുന്ന പ്രായമായിരിക്കും, കണ്ണിൽ കണ്ടതൊക്കെ എടുത്ത് വായിലിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായത് 1.5 വയസ്സിൽ താഴെയുള്ള കുട്ടി, ഒരു ഇൻഫൻറ്റ്, പ്രധാനമായിട്ട് 1 വയസ്സിൽ താഴെയുള്ള കുട്ടിയുടെ ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. വലിയ കുട്ടി ഇപ്പോൾ ഒരു 4-5 വയസ്സുള്ള കുട്ടിക്ക് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. 4-5 വയസ്സുള്ള കുട്ടി, മുതിർന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ വലിയ ആളുകളിൽ തന്നെ ചെയ്യുന്ന ഹെംലിക് മാനുവർ തന്നെയാണ്, അതായത് നമ്മൾ ചുറ്റിപ്പിടിച്ചിട്ട് ചെയ്യുന്ന അതേ ടെക്നിക്ക് തന്നെയാണ് കുട്ടിക്കും ചെയ്യുന്നത്. എന്നാൽ ചെറിയ കുട്ടിക്ക് ലെസ് ദാൻ 1 ഇയറുള്ള കുട്ടിക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, അതായത് ഒരു ഫോറിൻ ബോഡി പോയിട്ടുണ്ട്, ഇപ്പോൾ
പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുഞ്ഞിനെ കാണുന്ന സമയത്ത് എന്തോ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ കുട്ടി ശ്വാസം കിട്ടാതെ റെസ്പോൺസീവ് ആയിരിക്കണം. കുഞ്ഞിൻ്റെ ബോധം പോകാൻ പാടില്ല. ബോധത്തോടു കൂടിയുള്ള കുട്ടി, പക്ഷേ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു, മിണ്ടാൻ സാധിക്കുന്നില്ല, സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല, തൊണ്ടയിൽ എന്തോ കുടുങ്ങി വെപ്രാളം കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ സമാധാനിക്കുക എന്നുള്ളതാണ്. അതായത് എന്ത് അപകടങ്ങൾ കുട്ടികളുമായിട്ട് അത് ഒബ്വിയസ്ലി നമ്മൾ വെപ്രാളപ്പെടും. ഈ വെപ്രാളപ്പെടുമ്പോൾ പാനിക് ആകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കിട്ടില്ല. അപ്പോൾ അവിടെ ഒരാളെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് കുഞ്ഞിനെ, ഇപ്പോൾ ഒരു വയസ്സുള്ള കുട്ടി പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഇങ്ങനെ എടുക്കാവുന്ന ഒരു പ്രായമായിരിക്കും. അപ്പം നമ്മുടെ ഇടത്തെ കയ്യിൽ, അപ്പം ഞാൻ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഇടത്തെ കയ്യിൽ ഇത്തരത്തിൽ ഈ മൂക്കും വായും ഒന്നും പൊത്തി ഇതുപോലെ പിടിക്കരുത്. ഓക്കെ, ഇതേ ഈ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. അതായത് ഒറ്റ കാര്യമുള്ളൂ, വായും മൂക്കും ഈ ഒരു ഭാഗം ഓപ്പൺ ആയിരിക്കണം. ഇത്തരത്തിൽ കമിഴ്ത്തി പിടിക്കുക. നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ആ കുട്ടി വരുന്ന രീതിയിൽ തല താഴെയാക്കി കമിഴ്ത്തി പിടിക്കുക. അതിനുശേഷം ഈ കുഞ്ഞിൻ്റെ 2 ഷോൾഡർ ബോണിൻ്റെ നടുക്കായിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് പാം ഉപയോഗിച്ച് 5 ബാക്ക് സ്ലാപ്പുകൾ കൊടുക്കണം. 1 2 3 4 5. അത് ഡയറക്റ്റ് അടിക്കാണ് വേണ്ടത്, ഒരു ഫോഴ്സ് വന്നിട്ട് മുന്നോട്ടാക്കുന്ന പോലെ. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തൊണ്ടയിലുള്ള സാധനം മുന്നോട്ട് പോകണം. അപ്പം നമ്മൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവിടെ തന്നെ കുടുങ്ങി നിൽക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് വേണ്ടത്. 5 ബാക്ക് സ്ലാപ്പുകൾ കൊടുക്കുക. അതിനുശേഷം ഇതേ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ഹാൻഡിൽ കുഞ്ഞിനെ കമിഴ്ത്തി ഇതേപോലെ മലർത്തി കിടത്തുക. അതിനുശേഷം മുന്നേ ഉണ്ടായിരുന്ന പലരും, ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ചോദിച്ചു, 2 തമ്പ് വെച്ചിട്ടല്ലേ ഡോക്ടറെ ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞ ഇന്റേണൽ മെഡിസിൻ്റെ ഭംഗി. കാരണം ഞങ്ങൾ മുന്നേ പഠിക്കുന്ന സമയത്ത് 2 തമ്പ് മെത്തഡായിരുന്നു. ഇപ്പം അതല്ല, മാറി. കാരണം കൂടുതൽ പഠനങ്ങൾ എല്ലാത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മെത്തേഡുകൾ കമ്പയർ ചെയ്ത സമയത്ത് ഇതിനേക്കാൾ ബെറ്റർ വേറൊരു മെത്തേഡാണെന്ന് കണ്ടുപിടിച്ച് ഇപ്പോൾ 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ കുറേ പേര് വന്നിട്ട് പറഞ്ഞു ഇത് തെറ്റാണ്, ഇത് ഇതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് തെറ്റല്ല, ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. മുമ്പ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇങ്ങനെ 2 വിരലുകൾ വെച്ച് കുഞ്ഞിൻ്റെ 2 നിപ്പിളിൻ്റെ നടുക്കായിട്ട് നമ്മൾ ചെസ്റ്റ് ത്രസ്റ്റ് കൊടുക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മാറ്റി നമ്മുടെ ഇടത്തെ കൈയിൻ്റെ ഹീൽ ഓഫ് ദ പാം വെച്ചിട്ട് ഇത്തരത്തിൽ 1 2 3 4 5 അങ്ങനെ കുഞ്ഞ് തലകീഴ തന്നെയാണ് കേട്ടോ. ഇത് തിരിച്ച് വീണ്ടും 1 2 3 4 5 ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര നേരം വരെ റിപ്പീറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ആ വായിലുള്ള സംഭവം പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ കുഞ്ഞ് അൺകോൺഷ്യസ് ആവണം. അൺകോൺഷ്യസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ എവിടെയെങ്കിലും പോയിട്ട് കംപ്ലീറ്റ്ലി ഒബ്സ്ട്രക്ട് ചെയ്യുന്ന സമയത്താണ് അൺകോൺഷ്യസ് ആവുക. അൺകോൺഷ്യസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മെത്തേഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യരുത്. കുഞ്ഞിന് CPR സ്റ്റാർട്ട് ചെയ്യണം. വായിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് സക്സസ്ഫുൾ ആയി, പതുക്കെ നമുക്ക് നിർത്താം. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ അതിനോടൊപ്പം ചേർത്ത് ചോദിച്ചോട്ടെ, ഇപ്പോൾ വായിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോലും കുറച്ച് ഇതിപ്പോൾ പുഷ് ചെയ്യുന്നതിൻ്റെയും കുറച്ച് പാനിക് അതിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആ ബുദ്ധിമുട്ട് നേരിട്ടതിനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഒന്നുമില്ല. കുഞ്ഞിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കിടത്താം. അതായത് ഒരു പ്രോൺ പൊസിഷനിൽ അവർക്ക് കുറച്ചുകൂടി ബ്രീത്തിങ് ഈസി ആയിരിക്കും. അപ്പോൾ മലർത്തി കിടത്താതെ കുഞ്ഞിനെ വേണമെങ്കിൽ സൈഡ് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ എന്ന് പറയും. നമ്മൾ ഇടത് ഭാഗത്തേക്ക് ചരിച്ചു വേണമെങ്കിൽ കിടത്താം, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഈ രീതിയിൽ കിടത്താം. കാരണം ഈ ഒരു പൊസിഷൻ അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനാണ് കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ബ്രീത്തിങ് കുറച്ചും കൂടി ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത് വരെ, എന്തായാലും അത് കഴിഞ്ഞാൽ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അത് വേണമെങ്കിൽ നമുക്ക് റിക്കവറി പൊസിഷൻ എന്നൊക്കെ പറയാം. ആ രീതിയിൽ കിടത്താം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിൻ്റെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ വായ നോക്കിക്കൊണ്ടിരിക്കണം. കാര്യം ചിലപ്പോൾ അത് പുറത്തേക്ക് തള്ളി വരും. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മുത്താണ് വെക്കുക, ആ മുത്ത് വരും. ഒരു കാരണവശാലും ആദ്യമുള്ള നമ്മുടെ ടെൻഡൻസി എന്തായിരിക്കും, വായിൽ ഇങ്ങനെ ഇട്ടിട്ട്. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം എന്തെങ്കിലും സാധനം അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒന്നും കാണാണ്ട് ബ്ലൈൻഡായിട്ട് കൈയിട്ട് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് തന്നെ പോകും. ഒരിക്കലും ബ്ലൈൻഡ് സ്വീപ്പ് പാടില്ല. ഒരു സാധനം നമുക്ക് കാണാം എന്നുണ്ടെങ്കിൽ അത് സേഫായിട്ട് എടുത്ത് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിന് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഇതേ ടെക്നിക്ക് കണ്ടിന്യൂ ചെയ്യുക. പലപ്പോഴും എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിയുമെങ്കിലും ഒരു പേടിയുണ്ടാവും കൊച്ചു കുട്ടികളെ. ഇതെങ്ങനെ തിരുത്തി കമിഴ്ത്തി അടിക്കുമ്പോൾ പെയിൻ ഉണ്ടാവില്ല, കുട്ടി ജീവനോടെ കാണും. ഇത് എങ്ങനെ പുഷ് ചെയ്യും, പ്രസ് ചെയ്യും, അത് അവർക്ക് എങ്ങനെ, കാരണം അവർക്ക് റിയാക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതെ, കുഞ്ഞാവുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കുഞ്ഞാവുമ്പോൾ ചെയ്യാൻ പേടിയായിരിക്കും. വേറൊരാൾക്ക് വേറൊരാളുടെ കുഞ്ഞിനെ വെച്ച് ചെയ്യാൻ അതിനേക്കാൾ പേടിയായിരിക്കും. പക്ഷേ റിസ്ക് ഉണ്ട്. അതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് നിങ്ങൾ പേടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ആ ഒരു ടോക്കിൻ്റെ താഴെ എത്രയോ പേര് അനുഭവസ്ഥർ വന്നിട്ട് അവരുടെ അനുഭവം പറഞ്ഞു. അതായത് പലരുടെയും മക്കള് വേറെ പലരും ചെയ്തിട്ട് രക്ഷപ്പെടുത്തി, സ്വന്തം ചെയ്തിട്ട് രക്ഷപ്പെടുത്തി. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എന്താ വെച്ചാൽ ഒരു അനുഭവസ്ഥൻ വന്ന് പറയുമ്പോൾ ഈ സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർക്ക് സംശയം തോന്നി. ഇപ്പോൾ ഡോക്ടർക്ക് ഇങ്ങനെ പാവക്കുട്ടിയെ വെച്ചിട്ട് ചെയ്യാം, ഇതൊരു ജീവനുള്ള കുട്ടിയെ വെച്ച് ചെയ്യാൻ എങ്ങനെയാണ്? ഇത് ജീവനുള്ള കുട്ടിയെ വെച്ചിട്ട് ചെയ്യാനാണ് നമ്മൾ ആക്ച്വലി ഇത് പഠിപ്പിക്കുന്നത്. കാരണം ഇത് അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ കുറേ പേര് താഴെ വന്നിട്ട് മെസ്സേജ് ചെയ്തു, എൻ്റെ കുട്ടി ഇങ്ങനെയാണ് രക്ഷപ്പെട്ടത്, കോയിൻ വിഴുങ്ങിയിട്ട് അടുത്തുള്ള ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ചെയ്തു. ഇനി ഇതിപ്പോ എങ്ങാനും വിഴുങ്ങി അറിഞ്ഞില്ല,
ഇതിപ്പോൾ ചിലപ്പോൾ അത് ഇറങ്ങിപ്പോയി. അതെ അതെ, ഇത് ആക്ച്വലി ഉണ്ടല്ലോ രണ്ട് രീതിയിൽ സംഭവിക്കാം. വിഴുങ്ങി ഇത് വയറ്റിലൂടെ കുടലിലെത്തിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, മനസ്സിലായി. ഇത് എപ്പോഴാണ് പ്രോബ്ലം വരിക? ഈ തൊണ്ടയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം ഇവിടെ വെച്ചിട്ടാണ് രണ്ടായിട്ട് നമ്മുടെ അന്നനാളവും ആമാശയവും അന്നനാളവും ട്രക്കിയുമായിട്ട് രണ്ടായിട്ട് പിരിയുന്നത്. ഈ അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ പോയിട്ട് തടഞ്ഞു നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രക്കിയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുകളും നമ്മൾ കുടുങ്ങുക എന്ന് പറയുന്നത്. എത്രയോ കുട്ടികൾ പല സാധനവും വിഴുങ്ങി വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. കാര്യം അത് നമ്മളിപ്പോൾ നമ്മളൊരു ഗുളിക വിഴുങ്ങുന്ന പോലെ, എന്തെങ്കിലും സാധനം ഭക്ഷണം വിഴുങ്ങുന്ന പോലെ അത് നേരെ പോയി അന്നനാളത്തിലൂടെ നമ്മൾ ആമാശയത്തിലെത്തി കുടലിൽ കൂടെ പോകും. ഇപ്പം നമ്മൾ കോയിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് 99% പോയിരിക്കുന്നത് നമ്മുടെ നോർമൽ എലിമെന്ററി കനാലിലായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു എക്സ്റേ എടുത്ത് നോക്കും. അപ്പോൾ എക്സ്റേയിൽ കാണും. മെറ്റലാണെങ്കിൽ കാണും. ഇപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും ആണെങ്കിൽ കാണില്ല കേട്ടോ. മെറ്റലാണെങ്കിൽ കാണും. അപ്പോൾ ഇന്ന സ്ഥലത്താണ് കിടക്കുന്നത് എന്ന് കാണും. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അവരോട് പറയും, നിങ്ങൾ എന്തായാലും ഒരു ചെറിയ ടാസ്ക് അച്ഛന്മാർക്കുണ്ട്. ഡെയിലി കുട്ടി മല വിടുന്ന സമയത്ത് നോക്കണം. കാര്യം ഒരു 3-4 ദിവസം നിങ്ങൾ നോക്കൂ. അധികം ഒരു 99% അത് മലത്തിൽ പോവും. ഷാർപ്പ് എഡ്ജ് ആണെങ്കിൽ പ്രോബ്ലമാണ്. ഇപ്പോൾ കുട്ടി ഒരു നീഡിൽ വിഴുങ്ങി, അത് പ്രശ്നമാണ്. കാര്യം നീഡിൽ എവിടെ വേണമെങ്കിലും പോയിട്ട്, ഇപ്പോൾ കോയിൻ ആണെങ്കിൽ അതിന് ഷാർപ്പ് എഡ്ജസ് ഇല്ല. അത് വേണമെങ്കിൽ അത് മലത്തിൽ കൂടെ നമുക്ക് സേഫ് ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ ഈ വിഴുങ്ങിയ സാധനം എന്ത് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഷാർപ്പായിട്ടുള്ള സാധനം വിഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഗ്യാസ്ട്രോയിൽ പോയിട്ട് എൻഡോസ്കോപ്പിയോ വാട്ടവർ ചെയ്തിട്ട് അത് എടുക്കേണ്ടതായിട്ട് വരും. ഈ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നില്ലാണെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് അല്ലെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഫാസ്റ്റ് ഫുഡാണ്, ജങ്ക് ഫുഡാണ്, കാണാൻ ഇമ്പമുള്ളതൊക്കെ കഴിക്കുക എന്നുള്ളതിന് മാത്രമാണ്. അപ്പോൾ ഈ ശൈലി എത്രത്തോളം അപകടം ഉണ്ടാക്കുന്നുണ്ട് കുട്ടികളിൽ? ശരിക്കും വലിയ അപകടമാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഷാർജയിലാണ്. UAE ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അപ്പുറമാണ്. കാരണം ഇവിടുത്തെ സ്വിഗ്ഗിയൊക്കെ പോലെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഓർഡർ ചെയ്ത് കഴിക്കുക എന്നുള്ളത് അവിടുത്തെ ഒരു ജീവിതചര്യയുടെ ഭാഗമാണ്. കുട്ടികൾ തന്നെ ഓർഡർ ചെയ്യും, കുട്ടികൾ തന്നെ കഴിക്കും. അതാണ് ഒരു അവസ്ഥ. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് വളരെയധികം അല്ലേ. ഇത് പിൽക്കാലത്താണോ ഇതിന്റെ ഫാറ്റ് ലിവർ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ? പിൽക്കാലത്തൊന്നും അല്ല, ഇപ്പൊ കുട്ടികളിൽ തന്നെ കാണാൻ തുടങ്ങി. ഇപ്പൊ കുട്ടികളിൽ തന്നെ അമിതവണ്ണം, ഒബീസിറ്റി. പണ്ട് ഇപ്പോൾ 10-25 വർഷം മുമ്പ് നമുക്ക് ന്യൂട്രീഷൻ ഇല്ലായ്മ, അതായത് കുട്ടികൾ വേണ്ടത്ര വെയിറ്റ് ഇല്ല, തടിയില്ല, അങ്ങനെയുള്ള പ്രശ്നമായിരുന്നെങ്കിൽ ഇന്നത്തെ അതിനേക്കാൾ വലിയ പ്രശ്നമാണ് കുട്ടികളുടെ ഒബീസിറ്റി, പൊണ്ണത്തടി. അതൊന്നാമത്തേത്. ഈ പൊണ്ണത്തടി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത് മെറ്റബോളിക് സിൻഡ്രോമിലേക്കാണ്. അതായത് വളരെ നേരത്തെ കൂട്ടിയിട്ടുള്ള അമിത രക്തസമ്മർദ്ദം, ഷുഗർ, അതുപോലെ തന്നെ കാർഡിയാക് ഡിസീസസ്, ഇതെല്ലാം ഇതൊരു ചെയിനാണ്. അമിതവണ്ണം മുതൽ അങ്ങ് തുടങ്ങിയിട്ട് ഇതിലേക്കെല്ലാം ഇപ്പോൾ 10-25 വയസ്സിൽ തന്നെ ആളുകൾ ഷുഗറിനും പ്രഷറിനും മരുന്ന് കഴിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് 40-കൾ 50-കൾ മേലേക്കാണെങ്കിൽ 20-കളിൽ വരെ കേൾക്കാൻ വരുന്ന സാഹചര്യം വരുന്നു. ഇതിന്റെ പ്രായം ഇപ്പോഴല്ലേ തുടങ്ങുക എന്നൊന്നുമില്ല, മാറി വരുന്നത്. അത് നമ്മുടെ ദിനചര്യയുടെ ജീവിതശൈലിയുടെ ഭക്ഷണ രീതി കുറേ അതുമായിട്ട് ഇപ്പം എല്ലാം അതുകൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നല്ലൊരു ശതമാനവും നമ്മുടെ ദിനചര്യ, അതുകൊണ്ടാണ് ഇതിനെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് തന്നെ പറയുന്നത്. ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നം കൊണ്ട് ഒന്നാമത് നമുക്ക് വേണ്ടത്ര എക്സസൈസ് ഇല്ല, നമ്മളിങ്ങനെ ഇരുന്ന് അതുകൊണ്ട് തന്നെ പൊണ്ണത്തടി വെക്കുന്നു. ഭക്ഷണ ശൈലികൾ നമ്മൾ പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നതൊക്കെ വളരെ കുറഞ്ഞു, ഫാസ്റ്റ് ഫുഡിലേക്ക് പോയി. ഫാസ്റ്റ് ഫുഡിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡാണ്, അമിത കാലറിയാണ്. നമ്മളൊരു ദിവസം 1000 കാലറി എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നത് 3000-4000 കാലറിയാണ്. അപ്പോൾ സിമ്പിൾ മാത്സ് ആണ്. നിങ്ങൾ കഴിക്കുന്ന കാലറി നിങ്ങൾ ബേൺ ഔട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ബാലൻസ് ഇല്ല, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരം കൊണ്ട് പോവാം. നിങ്ങൾ 2000 കാലറി കഴിക്കുന്നു, 1000 കാലറി നിങ്ങൾ ഉപയോഗിക്കുന്നു, ബാക്കി 1000 കാലറി എവിടെ പോകുന്നു? നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്യും. ഇല്ല, നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ശരീരം എന്താണ്? അമിതമായിട്ടുള്ള കലറീനെ സ്റ്റോർ ചെയ്യും. അത് പണ്ട് മുതലേ ഉള്ള കാര്യം. നമ്മൾ വേട്ടയാടി ഇരുന്ന സമയം മുതൽ നമ്മുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്യും. അതാണ് നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവം. അപ്പോൾ ഈ 1000 കാലറി സ്റ്റോർ ചെയ്യും. എവിടെ സ്റ്റോർ ചെയ്യും? ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കുറേ കഴിയുമ്പോൾ പൊണ്ണത്തടിയാവും. പിന്നെ ബാക്കി ഈ പറയുന്ന എല്ലാ അസുഖങ്ങളും അതിന് പുറകെ ആയിട്ട് വന്നു. ഈ പ്രസവാനന്ത ശുശ്രൂഷകളാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ചിലപ്പോൾ പറയും ഇത് കഴിക്കാവോ എന്നുള്ള സംഭവം. പക്ഷെ ആ സമയത്ത് ഭയങ്കരമായിട്ട് ക്രേവിങ്സ് ഉണ്ടാവും എന്നാണ് നമ്മൾ പറയുക, അല്ലേ? ക്രേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. കാര്യം ഇതിൻ്റെയൊക്കെ ഒരു ഡയറക്റ്റ് എന്താ പറയുക അനുഭവിച്ച ഒരാളാണ് ഞാൻ. കാര്യം നമുക്കറിയുന്ന പോലെ പ്രസവം കഴിഞ്ഞ് ഓരോ സ്ത്രീയും വെയിറ്റ് എത്ര കൂടുന്നു എന്നുള്ളത് ശരിക്കും ഒരു പഠനം നടത്തണം. എൻ്റെ പ്രസവം കഴിഞ്ഞ് എൻ്റെ ഓർമ്മയുണ്ട്, എനിക്ക് എൻ്റെ മോളുടെ ആ ഒരു 5-6 മാസത്തിൽ എനിക്ക് എന്നെ ഇപ്പം ആ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് പേടിയാവും. കാര്യം ബലൂണ് പോലെ വീർത്ത് ഇപ്പോഴുള്ള എൻ്റെ ഒരു 5 ഇരട്ടിയായിരുന്നു എൻ്റെ വെയിറ്റ്. എനിക്ക് തോന്നുന്നു 80-90 കിലോ ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ആ സമയത്ത് വലിച്ചു വാരി കണ്ടത് മുഴുവൻ തിന്ന് വെയിറ്റ് കൂട്ടി പിന്നെ വെയിറ്റ് കുറയ്ക്കാനുള്ള തത്രപ്പാടിലാണ്. പലപ്പോഴും ആ വെയിറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് കുറയ്ക്കാൻ സാധിക്കില്ല. ഞാൻ എത്രയോ കാലം ജിമ്മിലും ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്. കാര്യം എനിക്ക് മനസ്സിലായത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അധികാലം മുന്നോട്ട് പോവില്ല എന്ന്. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഒരു 55-56 kg തിരിച്ച് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. പലരുടെയും വിചാരം
പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കണം എന്നാ തെറ്റാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവല്ല, നിങ്ങൾ നല്ല രീതിയിൽ പ്രോട്ടീൻ കഴിക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ക്വാണ്ടിറ്റി, ഇറ്റ്സ് അബൌട്ട് ദ ക്വാളിറ്റി. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. നല്ല ഭക്ഷണം കഴിക്കുക, അളവല്ല. പച്ചക്കറി നന്നായി കഴിക്കുക, പ്രോട്ടീൻ നന്നായി കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ഇതൊക്കെ മതി. ഒരു സ്പെഷ്യൽ ഫുഡിന്റെ ആവശ്യമില്ല. ഒരു ഈ പറയുന്ന പ്രസവ രക്ഷ, അത് സത്യം പറഞ്ഞാൽ പ്രസവ രക്ഷയല്ല, പ്രസവ ശിക്ഷയാണെന്ന് ഞാൻ പറയും. ശിക്ഷ പലപ്പോഴും അതിനുശേഷം ഒരു ഡിപ്രഷനിലോട്ട് പോകുന്നതും അത് ആത്മഹത്യകളിലേക്ക് വരെ നയിക്കുന്നു എന്നുള്ള വാർത്തകൾ. അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കംപ്ലീറ്റ്ലി. കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഇങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് എൻറ്റിറ്റിയാണ്. കാരണം അതിന് ഇതുമായിട്ട് ബന്ധമില്ല. കാര്യം അത് പോസ്റ്റ്മോർട്ടം സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ചില ഹോർമോണൽ ചേഞ്ചസ് കാരണം അവരിലുണ്ടാകുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. ഇന്ന് നമുക്ക് നമ്മുടെ ഇടയിൽ അതിനെപ്പറ്റിയുള്ള അവയർനെസ് കൂടി വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും കാണുന്നില്ലേ, കുട്ടികളെ കൊല്ലുന്നു. നമ്മൾ അമ്മമാരെ എങ്ങനെ തെറി വിളിക്കും സോഷ്യൽ മീഡിയയിൽ. എന്തിലൂടെയാണ് അവർ കടന്നുപോയത് എന്നുള്ളത് അവർക്ക് മാത്രമേ. ഏതെങ്കിലും ഒരു അമ്മ ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് പ്രസവിച്ച ഒരു കുഞ്ഞിനെ മനഃപൂർവ്വം കൊല്ലൂ? ഇല്ല. അത് ആ സമയത്തെ മാനസികാവസ്ഥ കൊണ്ട് ചെയ്യുന്നതാണ്. മനസ്സിലാക്കേണ്ടത് ആരാണ് ആദ്യം കുറച്ചുകൂടെ കൂടെ നിൽക്കുന്നവരെന്നെ. അതെ, ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് അവരുടെ ഭർത്താവ് മനസ്സിലാക്കണം, അവരുടെ കൂടെ നിൽക്കുന്ന അച്ഛൻ, അമ്മ, ഇൻലോസ് എല്ലാവരും മനസ്സിലാക്കണം. അതിന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അവയർനെസ് വേണം. അപ്പോൾ ഇത് പലപ്പോഴും ഇങ്ങനെ കുട്ടിയെ നമ്മളതിനെ അവളുടെ അഹങ്കാരമാണ്, അവളുടെ തോന്നിവാസമാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഇതൊന്നും അല്ല. കുഞ്ഞിനോട് ചിലപ്പോൾ ദേഷ്യം കാണിക്കും, കുഞ്ഞിനോട് പാല് കൊടുക്കാൻ മടി കാണിക്കും, ഭയങ്കര മൂഡിയായിട്ടിരിക്കും, ഭയങ്കരമായിട്ടുള്ള മൂഡ് സ്വിങ്സ് കാണിക്കും, പൊട്ടിത്തെറിക്കും. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സിഗ്നൽസ് ആണ്. അതായത് എന്തോ പ്രോബ്ലം നടക്കുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ഒരു ബ്ലൂസ് എന്ന് പറയും, പോസ്റ്റ്മോർട്ടം ബ്ലൂസ്. അതൊരുമാതിരിപ്പെട്ട 99% സ്ത്രീകൾക്കുണ്ടാവും. എനിക്കൊക്കെ നമുക്ക് ആ നമുക്ക് ഫാമിലി സപ്പോർട്ട് തന്നെയാണ് അതിന് വേണ്ടത്. കാര്യം നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടെങ്കിൽ ആർക്കാ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത് ഒരുമാതിരി എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഇമോഷണൽ ടർമോയിലാണ്. അതൊക്കെ ഞാനൊക്കെ അതിലൂടെ പോയിട്ടുണ്ട്. നമുക്ക് എന്തിനാണെന്ന് അറിയില്ല, നമുക്ക് സങ്കടം, സന്തോഷിച്ചിരിക്കേണ്ട സമയത്ത് നമുക്ക് സങ്കടം, നമുക്ക് ഭയങ്കര ഒരു ആകമൊത്തൊരു മൂഡ് ഓഫ്, ഒരു പ്രശ്നങ്ങൾ. പക്ഷേ ഇത് അങ്ങ് അധികരിക്കും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോയിട്ട് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം സ്റ്റെപ്പാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. ആ സൈക്കോസിസിലാണ് ഇവർ ഇങ്ങനെയുള്ള ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ കൊല്ലും. അങ്ങനെയുള്ള എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് പോകുന്നത് പോസ്റ്റ്മോർട്ടം സൈക്കോസിസിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ബ്ലൂസും അല്ലെങ്കിൽ ഡിപ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കാം. അറ്റ്ലീസ്റ്റ് എന്തോ പ്രോബ്ലം ഉണ്ടെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ഒരു മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാൻ, നമുക്ക് പ്രാന്തിൻ്റെ ഡോക്ടറെ അടുത്ത് പോകുക എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഇപ്പോഴും സ്റ്റിഗ്മയാണ് സൈക്യാട്രി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കിഡ്നിയും ലിവറൊക്കെ ഉള്ള പോലെ നമ്മുടെ തലയിലുള്ള ഈ മൈൻഡ് എന്ന് പറയുന്നതും ഒരു അവയവമായിട്ട് കണക്കാക്കുക. അതിനും പ്രശ്നങ്ങൾ വരാം. ഇന്ന് ഞാൻ കണക്കാക്കുന്നത് നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അസുഖമുള്ള അവയവം ഏതാ ചോദിച്ചാൽ മൈൻഡാണ് അല്ലേ. പ്രശ്നമാണ്. പക്ഷെ ആരും സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാന്ന് പറഞ്ഞാൽ അതിന് മാത്രം പ്രശ്നമില്ല. ഒരു സൈക്കോളജിസ്റ്റിനെ ഒരു കാണാൻ വരെ തയ്യാറാവില്ല. ഒരു മുൻവിധിയെ എടുക്കും. ആളുകൾ എങ്ങനെ എടുക്കും? എല്ലാ ഡോക്ടറുടെ ഒപ്പിയിൽ ആരെങ്കിലും കണ്ടാൽ, ആരെങ്കിലും കണ്ടാൽ ബസ് സ്റ്റോപ്പിൽ പോലും കണ്ട പ്രശ്നം എന്തെവിടെയും ചോദിക്കും. അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. കുട്ടികളെ കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ, കുട്ടികളെ ഞങ്ങൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് എത്ര കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അറിയോ? അച്ഛന്മാർ പോവില്ല. കാര്യം അവർ പറയുന്നത് അയ്യോ എൻ്റെ കുട്ടീനെ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടീനെ പ്രാന്തലാക്കി. അതാണ് അവള് കണ്ട ഇവള് കണ്ട. ഇതാണ് ഇപ്പോഴും നമ്മുടെ അച്ഛന്മാരെ കുറ്റം പറയുന്നതല്ല, ഇതാണ് ഇപ്പോഴും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. അപ്പോൾ സൈക്യാട്രിയോടുള്ള അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങളോടുള്ള നമ്മുടെ മുൻവിധികൾ മാറണം. നമുക്ക് എല്ലാവർക്കും മാനസിക പ്രശ്നം ഉണ്ടെന്ന് ആദ്യം അങ്ങ് മനസ്സിലാക്കുക. അതില്ലാത്തവരിന്നില്ല. ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തനിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, സംതിങ് ഈസ് റോങ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്കാവാം, നിങ്ങളുടെ സുഹൃത്തിനാവാം, നിങ്ങളുടെ വീട്ടുകാർക്കാവാം, ആർക്ക് വേണമെങ്കിലാവാം, ഭാര്യയ്ക്കാവാം, അനിയനാവാം. സീക്ക് ഹെൽപ്പ്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ രണ്ട് വശങ്ങൾ അറിയുന്ന ഒരാൾ ഒരു പക്ഷേ വരുന്ന ട്രോളുകളാണെങ്കിലും സൈബർ അറ്റാക്കുകളാണെന്നുണ്ടെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ രീതിക്ക് വിടാം. പക്ഷേ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ അവസാനമായിട്ടെങ്കിലും പോലും അതിജീത എന്ന രീതിയിൽ വന്ന ട്രോൾ പേജുകളെ അതുപോലെ തന്നെ എടുത്ത് അതിന് എഴുതിയൊരു ഒരു തൻ്റേതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറയുകയുണ്ട്. ഒഴിവാക്കി വിടേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ വിടാതെ ട്രോളുകൾ രൂപേണയാണെങ്കിൽ പോലും ഇതൊരു ഭയങ്കര ലളിതമായി എടുത്ത് എങ്ങനെയാണ് ഇതിന് സാധിക്കുന്നത്? നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഞാൻ ഒരു ഡോക്ടറായിട്ടാണ് എൻ്റെ സോഷ്യൽ മീഡിയ പേജ് തുടങ്ങിയത്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ വേറെ പല മാനങ്ങളും വന്നു. ഞാൻ പല പരിപാടികൾക്ക് പോകുന്ന സമയത്ത് പല സ്ത്രീകളും നമ്മളോട് വന്ന് സംസാരിക്കാറുണ്ട്. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വളരെ സിമ്പിളായിട്ടൊരു പോസ്റ്റാണ്, 40 കഴിഞ്ഞ സ്ത്രീകളുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ കണ്ട കുറേ സ്ത്രീകൾ എന്നോട് വന്ന് പറഞ്ഞത്, ഡോക്ടർ ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണ് എഴുതിയത്, ഞങ്ങൾക്കിത് പറയാനൊരു പ്ലാറ്റ്ഫോം ഇല്ല, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരില്ല, പക്ഷേ ഞങ്ങൾക്ക് പറയണം, ഉറക്കെ പറയണമെന്ന് തോന്നിയ കാര്യമാണ്
ഡോക്ടർ എഴുതിയത്. അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയെന്ന് എത്രയോ പേര് നമ്മളോട് വന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കരുതുന്നത് എനിക്ക് വ്യക്തിപരമായതിനപ്പുറം ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു കൂട്ടം സ്ത്രീകളുണ്ട്, 40 കഴിഞ്ഞ് സ്വയമായിട്ട് അല്ലെങ്കിൽ ആരുടെയും ലേബലിൻ്റെ തണലിലല്ലാതെ സ്വയം തല ഉയർത്തിപ്പിടിച്ച് അവനവൻ്റെ അഭിപ്രായങ്ങൾ ധൈര്യത്തോടു കൂടി പറഞ്ഞ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സ്ത്രീകൾ, അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നാണ് ഞാൻ എന്നെ തന്നെ കരുതുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കണ്ണടച്ചങ്ങ് ഇരുട്ടാക്കി കളയാൻ പറ്റില്ല. അപ്പോൾ അന്ന് ഈ പറയുന്ന കുറച്ച് പേര്, ഇപ്പോൾ രോഹൻ പറഞ്ഞ പോലെ എനിക്ക് വളരെ ഈസി ആയിരുന്നു, അവർ എന്തൊക്കെയോ പറയുന്നു, ഇതും പറയട്ടെ, അത് കണ്ണടയ്ക്കാം. പക്ഷെ അവരന്ന് പറഞ്ഞത് എന്താണ്, ഞാനാണ് അതിജീവിത, കാര്യം അതിജീവിത എബ്രോഡാണെന്നുള്ളൊരു ഇത് കിട്ടി. അപ്പോൾ ഞാനാണ് അതിജീവിത എന്നും ഞാനാണ് ഈ 3ാമത്തെ കേസ് കൊടുത്തത് എന്നും ധാരാളം അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. അതിലൂടെ എന്താണ് അവരുദ്ദേശിക്കുന്നത്, എന്നെ നാണം കെടുത്തുക അല്ലേ. അപ്പോൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ അതിജീവിത എന്ന് പറയുന്നത് ഒരു നാണം കെട്ട ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ആ ഒരു പദം തന്നെ ഒരു ഇൻസൾട്ടിങ് ആണ്. എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണല്ലോ, അല്ലെങ്കിൽ എന്നെ വാക്കുകൊണ്ടും പ്രയോഗം കൊണ്ടും ഇൻസൾട്ട് ചെയ്യുകയാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഇൻസൾട്ടഡ് ആവുന്നത് ഞാനല്ല, ഈ അതിജീവിത എന്ന് പറയുന്ന ഒരു പദമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഉറക്കെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ അതിജീവിത എന്ന് പറയുന്നത് പുച്ഛിക്കാനുള്ള ഒരു പദമായിരിക്കും, നിങ്ങൾ അതുകൊണ്ടായിരിക്കും എന്നെ അതിജീവിത എന്ന് വിളിച്ച് അധിക്ഷേപിക്കാൻ ശ്രമിച്ചത്. എനിക്കത് അധിക്ഷേപമല്ല. എന്നെ സംബന്ധിച്ചിട്ട് അതിജീവിത എന്ന് പറയുന്ന ഒരു പേര് എനിക്ക് ഒരു തരത്തിലും അപമാനമല്ല, ഞാനതല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇനി അത് ഞാനാണെങ്കിൽ പോലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. കാര്യം അങ്ങനെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് വരാൻ ഒരു സ്ത്രീ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനാണെങ്കിൽ പോലും എനിക്ക് അഭിമാനമേ ഉള്ളൂ. അത് ഞാൻ പറയണ്ടേ. കാര്യം അത് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല, ആ വന്ന 3 സ്ത്രീകളുണ്ട്, എത്രയോ സ്ത്രീകൾ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നുണ്ട്, എത്രയോ 30, 300, 3000 സ്ത്രീകൾ ഇങ്ങനെ അല്ലാതെ തിരശ്ശീലയ്ക്ക് പുറകിൽ പേടിച്ച് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ആ 3 സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് എൻ്റെ കടമയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അന്ന് ഞാൻ പ്രതികരിച്ചത്. അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാറുള്ളത്. Inji, my meal partner.